പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഇപ്രാവശ്യം 6-ാമത്തെ അധ്യായമാണ് ഭഗവത്ഗീതയില്. ഈ അധ്യായത്തിന് പല പുസ്തകങ്ങളിലും പല പേരുണ്ടാവും. ധ്യാനയോഗം, അഭ്യാസയോഗം, അധ്യാത്മയോഗം, പിന്നെ എന്തൊക്കെയാ പേരുള്ളതെന്ന് വെച്ചാൽ പറയുക. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ഭഗവത്ഗീതാ ഭാഷ്യം എഴുതുമ്പോൾ ശ്രീ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. വേദത്തിന്റെ മുഴുവൻ അർത്ഥത്തിനെ സംഗ്രഹിച്ച് അതിന്റെ സാരം എടുത്തു ഭഗവാൻ നമുക്ക് തന്നിരിക്കുകയാണ്. വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ വേദം. പ്രപഞ്ചത്തില് കാണപ്പെടുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം, അവിടെ എന്തൊക്കെ തരത്തിലുള്ള അറിവുണ്ടോ അതൊക്കെ വേദം എന്നുള്ളതില് അടക്കം. വേദം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് ഒരു പുസ്തകമാണ്, ഗ്രന്ഥരാശിയാണ്, അല്ലെങ്കിൽ ചൊല്ലി പഠിക്കുന്ന സ്വരരൂപത്തിലുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അത് വേദത്തിന്റെ ഒരു രൂപം മാത്രമാണ്. അനന്താഹ വൈ വേദാഹ എന്നൊരു ചൊല്ലുണ്ട്. വേദം അനന്തമാണെന്ന്. ഇനിയും നമ്മളുടെ പൗരാണികര് പറയണത് കേട്ടാൽ നമുക്ക് ആശ്ചര്യം തോന്നും. ചിലപ്പോ ഇത്തിരി യുക്തി വിചാരം ചെയ്യണവരാണെങ്കിൽ വിഡിതാണെന്ന് പറയും. എന്താന്ന് വെച്ചാൽ വേദത്തിൽ നിന്നാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ നിശ്ചയമായിട്ടും ഒന്നിൽ ഈ പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം, അല്ലെങ്കിൽ വേദം എന്നുള്ളതിന് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണം. വാച്യമായ അർത്ഥമല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണം വേദം എന്നുള്ളതിന്. പറഞ്ഞ ആൾക്ക് കുഴപ്പം വരാൻ വഴിയില്ല. പറഞ്ഞത് ഋഷിയാണ്. ആപ്തവചനം എന്നാണ് പറയാം. ആപ്തൻ എന്ന് വെച്ചാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരാളെയാണ് ആപ്തൻ എന്ന് പറയാം. ആരെങ്കിലും പറഞ്ഞത് കേൾക്കണം നമ്മൾ പറയുമ്പോ പറയണ ആൾക്ക് നല്ല വിവരമുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം കേൾക്കാൻ. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വഴി ചോദിച്ചാൽ കാണിച്ചു തരുന്ന ആള് തെക്കോട്ടാണോ കൈ കാണിക്കണത്, വടക്കോട്ടാണോ കൈ കാണിക്കണത് എന്ന് അറിയാനുള്ള വിവരം നമുക്ക് വേണം. കാണിച്ചു തരുന്ന ആൾക്ക് ഈ വഴി നിശ്ചയമുണ്ടോന്ന് അറിയണം. നിശ്ചയമുള്ള ആളാണെങ്കിൽ അദ്ദേഹം പറയണത് അതേപടി അനുസരിക്കാം, ചോദ്യം ചോദിക്കാതെ അനുസരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ആപ്തന്മാര് എന്ന് പറയണത്, ഋഷി എന്ന് പറയണത്.
അതുകൊണ്ട് ഋഷിവചനമാണ്, വേദത്തിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ വേദത്തിന് എന്താ അർത്ഥം? അറിവ്, പ്രകാശം, ശബ്ദം, ഊർജം, ഇതൊക്കെ വേദത്തിന് അർത്ഥമുണ്ട്. നാദം, ബിന്ദു, കല എന്ന് പറയും. നാദം എന്ന് വെച്ചാൽ ശബ്ദം, ബിന്ദു എന്ന് വെച്ചാൽ സകല ഊർജത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഒരു മൂലസ്ഥാനം, യോനി. കല എന്ന് പറഞ്ഞാൽ പ്രകാശം, വെളിച്ചം. നാദം, ബിന്ദു, കല. തമിഴിൽ വളരെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്, നാദബിന്ദു കലാദി നമോ നമ. അതിന് തിരുപ്പുകഴ് വെറുതോ. അപ്പോ ശബ്ദം, പ്രാണൻ, പ്രകാശം, ഇതിനൊക്കെ വേദം എന്നർത്ഥമുണ്ട്. ലക്ഷ്യാർത്ഥം. ശരിക്കും വേദം ചൊല്ലുന്ന ആള് ഈ മൂന്നും കൂടെ അറിയുന്ന ആളാണെങ്കിൽ അയാൾ ചൊല്ലണത് മന്ത്രമായിട്ട് തീരും. ഒരു വൈദികൻ ശബ്ദത്തിനോടൊപ്പം അതിന്റെ പ്രാണനെയും അതിന്റെ ആന്തരികമായ അനുഭവമണ്ഡലമായ ഭാനം എന്ന് പറയുന്നത്, ഭാനം, പ്രകാശം, അഥവാ അതിന്റെ അറിവ്. പ്രകാശം എന്ന് വെച്ചാൽ ബാഹ്യ വെളിച്ചം എന്ന് മാത്രം അർത്ഥമല്ല. ആ ശബ്ദം എന്തിനെ ദ്യോതിപ്പിക്കുന്നുവോ ആ അറിവ്. ഇറ്റ് ഈസ് ബിയോണ്ട് ലാംഗ്വേജ്. എല്ലാരെയും അറിയിപ്പിക്കുന്ന ഒരു ശബ്ദം. ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം അറിയണവർക്കേ അറിയുള്ളൂ, തമിഴിൽ പറഞ്ഞാൽ തമിഴ് അറിയണവർക്കേ അറിയുള്ളൂ, തെലുങ്കിൽ പറഞ്ഞാൽ തെലുങ്ക് അറിയണവർക്കേ അറിയുള്ളൂ. അങ്ങനെ അല്ലാതെ ഒരു ഭാഷയുടെയും സഹായം കൂടാതെ പശുപക്ഷി മൃഗാദികൾക്ക് പോലും അർത്ഥദ്യോതന ഉണ്ടാക്കാവുന്ന ഒരു ശബ്ദപ്രയോഗം. ആ ശബ്ദപ്രയോഗം വരണമെങ്കിൽ അർത്ഥമറിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഇഫക്റ്റ്. സംഗീതം അങ്ങനെ നോക്കിയാൽ വേദമാണ്. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം ഫണി. പശുവിനും ശിശുവിനും പാമ്പിനും ഒക്കെ അറിയണത് അങ്ങനെ പാടിയാലേ സംഗീതമാവുള്ളൂ എന്നാണ്. പശുവിനറിയണം, ശിശുവിനറിയണം, പാമ്പിനറിയണമെന്നാണ്. അപ്പോഴാണ് അത്രേ അത് സംഗീതാവുക. അപ്പോ സംഗീതം, വേദം എന്നൊക്കെ പറയണത് ഈ പ്രാണനോടുകൂടെയും പ്രകാശത്തോടുകൂടെയും ഉള്ള നാദത്തിനെയാണ് വേദം എന്ന് പറയണത്. സംഗീതം അറിയണവർക്കറിയാം, ഇപ്പോ സ്വരജതി എന്നൊന്നുണ്ട് സംഗീതത്തില്. എനിക്കിപ്പോ സംഗീതം പാടാൻ നിശ്ചയില്ല, എന്നാലും പറയാനിപ്പോ. ഈ സ്വരം ചിട്ടപ്പെടുത്തി വയ്ക്കാം. പ്രത്യേകിച്ച് പഞ്ചരത്ന കൃതികൾ മുഴുവൻ അതുണ്ട്. ഒരു സ്വരം പാടിക്കഴിഞ്ഞാൽ ആ സ്വരത്തിനനുസരിച്ചാണ് അടുത്ത വരി തുടങ്ങുക കീർത്തനത്തില്. ആ സ്വരമും ആ കീർത്തനത്തിന്റെ ഭാവമും ആ പാടുന്ന വരികളുടെ ഭാവവും ഒരേ ഭാവം ഉണ്ടാക്കണതാണ്. ഇപ്പൊ പറയണത് മനസ്സിലാവുമോ അറിയില്ല. ഒരു കീർത്തനം പാടുകയാണെങ്കിൽ സംഗീതത്തില്, അപ്പോഴേ അത് സംഗീതമാവുള്ളൂ. ശരിക്കും ഭാവത്തോടുകൂടെ. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാത്തൊരു ഭാഷയില്, തെലുങ്ക് ഭാഷയിൽ ഒരാള് വളരെ വിഷമിച്ചുകൊണ്ട് അയാളുടെ ഇഷ്ടപ്പെട്ടവരാരോ മരിച്ചു, കരഞ്ഞുകൊണ്ട് പറയുകയാണ്,
നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും അയാളുടെ ഭാവവും ശബ്ദവും വളരെ ജെന്വിനായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആ ശബ്ദത്തിന്റെ തലങ്ങൾ കൊണ്ട് തന്നെ കേൾക്കണ ആൾക്ക് അയാൾ എന്താ പറയണത് എന്ന് മനസ്സിലാവും. ഇതൊരു സാധാരണ ഉദാഹരണം പറഞ്ഞു. ഇതേപോലെ ഭക്തിയിലും ശ്യാമശാസ്ത്രി കീർത്തനം അംബാകാമാക്ഷി ഒരു കീർത്തനമുണ്ട്. ആ കീർത്തനം കേട്ടാൽ ഭൈരവിയില് ദേവിയുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സ്വരമുണ്ട്. ആ സ്വരം ഈ ശബ്ദത്തിന്റെ തന്നെ തലങ്ങളാണ്. ഈ പറയണ ഭാവം, ആ സ്വരം, ആ ഭാവം മുഴുവൻ ആ സ്വരത്തിൽ വരും. ആ സ്വരത്തിന് ലാംഗ്വേജ് ഇല്ല, അതിന് ഭാഷയില്ല. പറയണ വാക്കിന്, ആ വാക്കുകൾ പറയുമ്പോ ആ വാക്കുകൾ തെലുങ്കിലോ സംസ്കൃതത്തിലോ തമിഴിലോ ആണ്. പക്ഷെ അതേ വാക്കുകൾ സ്വരത്തിൽ വരുമ്പോ അതിന് ഭാഷയില്ല. ഭാഷയില്ലാതെ തന്നെ ദ്യോതിപ്പിക്കാൻ, നമുക്ക് ഉള്ളിൽ പ്രകാശിപ്പിക്കാനുള്ള ശക്തിയാണ് പ്രകാശം എന്ന് പറഞ്ഞത്, ഭാനം എന്ന് പറഞ്ഞത്. അതും കൂടി അടങ്ങിയാലാണ് അതിന് വേദം എന്ന് പേര്. നാദം, ബിന്ദു, കല മൂന്നും കൂടി ചേർന്നതാണ് വേദം. അപ്പൊ വേദം ചൊല്ലുന്നവന് ഈ രണ്ട് തലം കൂടെ, പ്രാണനെയും അർത്ഥദ്യോതനത്തിനെയും തന്റെ ഉള്ളിൽ അടക്കിക്കൊണ്ടാണ് അയാൾ വേദം ചൊല്ലണതെങ്കിൽ ആ വേദശബ്ദത്തിന് കേൾക്കുന്ന ആളുടെ ഉള്ളില് ഒരു തരത്തിൽ അവ്യക്തമായ ഒരു ശാന്തിയെ, അനുഭവത്തിനെ, സുഖത്തിനെ, അല്ലെങ്കിൽ എന്താണോ അയാൾക്ക് അപ്പോഴേക്ക് കിട്ടേണ്ടത് ആ കിട്ടേണ്ടതിനെ പ്രകാശിപ്പിക്കാൻ കഴിയും. ഇതാണ് നാമസിദ്ധാന്തത്തിനും മന്ത്രത്തിനും ഒക്കെ പുറകിലുള്ള ഒരു ബേസിക് തിയറി. അങ്ങനെ സ്വാംശീകരിച്ച ഒരു ശബ്ദം ആണ് വേദം. അപ്പൊ അത്രയാട്ടെ. ഇനിയിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് അതല്ല. ഇപ്പൊ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് വരുമ്പോ എന്തോ ഓരോ സത്സംഗം തുടങ്ങുമ്പോ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് തുടങ്ങും. അതും ഒരു വേദമാണ്. ഇപ്പൊ ഗീതയിലേക്ക് വരുമ്പോ വേദം എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു പ്രാണനാണ്, ശബ്ദമാണ്, പ്രകാശമാണ് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പലർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രപഞ്ചം എന്ന് പറയണത് നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും ഇത് വെച്ചുകൊണ്ട് പുറമേക്ക് കാണുന്ന വ്യക്തികളോടോ പദാർത്ഥങ്ങളോടോ ക്രിയകളോടോ ഉള്ള നമ്മളുടെ സംബന്ധം, ഇന്ററാക്ഷനുമാണ് നമ്മളുടെ പ്രപഞ്ചം, അല്ലെ? ശരീരവും മനസ്സും വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിനോടുള്ള ബന്ധം. അപ്പൊ ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ക്രിയ, മനസ്സിൽ വരുന്ന ചിത്തവൃത്തികൾ, ഇത് രണ്ടും ഇല്ലെങ്കിലോ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും, മനസ്സ് ലയിച്ചു പോകും. ശരീരത്തിന്റെ ക്രിയയില്ല, മനസ്സിന്റെ ക്രിയയില്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു നിദ്ര, പദാർത്ഥമൊന്നും ഗ്രഹിക്കാതെയുള്ള ഒരു മൗഢ്യം. എവിടെയാണ് വേദാന്തം അല്ലെങ്കിൽ വേദം വരണത് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ക്രിയകളെ കുറിച്ചും പറയണം, മനസ്സിന്റെ നിയന്ത്രണത്തിനെ കുറിച്ചും പറയണം. അതല്ലാതെ ശരീരമോ മനസ്സോ ഒരിക്കലും പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഏതൊരു പൂർണ്ണമായ മൂലസ്ഥാനത്ത് നിന്നാണോ പുറപ്പെടുന്നത്, ഏതൊന്ന് ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടിരിക്കണോ ആ മൂലസ്ഥാനത്തിനെ, ആ സോഴ്സിനെ, ഭഗവാൻ, ഈശ്വരൻ, അല്ലെങ്കിൽ ആ എന്തോ നമ്മൾ പേര് പറയണോ ബ്രഹ്മം, അതിനെക്കുറിച്ചും പറയണം. അപ്പോ പൂർണ്ണമായി. ക്രിയകളെക്കുറിച്ചും ചിത്തവൃത്തികളെക്കുറിച്ചും ഇത് രണ്ടിനും ഉദിക്കാനും ഇരിക്കാനും ലയിക്കാനും ഇടമായിട്ടുള്ള
ഒരു അധിഷ്ഠാനത്തിനെ കുറിച്ചും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വേദം പൂർണ്ണമായി. ഇത്രയും കൊണ്ട് ലോകത്തിനെ തന്നെ നമുക്ക് സംഗ്രഹിക്കാം. ലോകത്തിലെ എല്ലാത്തിനും ബേസ് ഇതാണ്. കർമ്മം, ഭക്തി, ജ്ഞാനം, ഇതെല്ലാം കൂടി ചേർന്ന് ഭഗവത്ഗീതയിലുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇതിൽ ഭഗവാൻ ഗീത ആരംഭിക്കുമ്പോ ഏത് യോഗമാ പറഞ്ഞ? ആരംഭിച്ചത് എങ്ങനെയാ? സാഖ്യയോഗം എന്ന് വെച്ചാലോ? സാഖ്യയോഗം എന്ന് വെച്ചാൽ, സാഖ്യം എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ്, ജ്ഞാനമാണ്. അതായത് ഒരു വിധത്തിൽ അത് തിയററ്റിക്കലാണ്. ബേസിക് ഫസ്റ്റ് തിയററ്റിക്കൽ നോളജാണ് സാഖ്യയോഗം. പിന്നീടാണ് കർമ്മയോഗം ഭഗവാൻ പറയണത്. ആദ്യം ജ്ഞാനമാണ്. ജ്ഞാനം പറഞ്ഞിട്ടാണ് കർമ്മയോഗത്തിനെ പറയണത്. അല്ലെങ്കിൽ കർമ്മയോഗത്തിന് അർത്ഥമില്ല. ആദ്യം ജ്ഞാനയോഗത്തിനെ പറഞ്ഞു. അതിനെ നല്ലവണ്ണം തെളിഞ്ഞ് അറിഞ്ഞിട്ട് വേണം കർമ്മം ചെയ്യാൻ. ആദ്യം തന്നെ ജ്ഞാനത്തിനെ അറിഞ്ഞു കഴിഞ്ഞാലും അതിലേക്ക് ഇരിക്കാൻ എന്തൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സമൊക്കെ നീക്കണം. അവിടെയാണ് കർമ്മയോഗം വരണത്. ജ്ഞാനയോഗം, കർമ്മയോഗം. വീണ്ടും ഭഗവാൻ ജ്ഞാനത്തിനെ പറഞ്ഞു. കർമ്മസന്യാസത്തിനെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ്, കർമ്മസന്യാസം എന്ന് വെച്ചാൽ ശരീരത്തിനെ കടക്കാനുള്ള വഴിയാണ്. ഇപ്പോ ഇതിലേക്ക് കടക്കണതിന് മുമ്പ് അത് ആദ്യം ഒന്ന് പറഞ്ഞുകളയാം. നമ്മളുടെ ഒക്കെ ലക്ഷ്യം അധ്യാത്മത്തിലേക്ക് വരുമ്പോ പ്രത്യേകിച്ചും നമ്മൾ പൂർണ്ണതയെ അന്വേഷിക്കുകയാണ്. പൂർണ്ണതയെ അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ അധ്യാത്മത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അധ്യാത്മജീവിതം എന്നുള്ളത് ആവശ്യമില്ല. ശരീരത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അധ്യാത്മജീവിതത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. മനസ്സിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ മനസ്സ് ചഞ്ചലമാണ്, നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ മറന്നുപോകും. അപ്പൊ ഇതിനൊക്കെ അപ്പുറമുള്ള എന്തോ ഒരു പൂർണ്ണത്വത്തിനെ അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ അധ്യാത്മത്തിലേക്ക് വരുന്നത്. ആ പൂർണ്ണത്വം നമുക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ടില്ലെങ്കിൽ അധ്യാത്മം എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല. ആ പൂർണ്ണത്വത്തിനെ ഭഗവാൻ അതുകൊണ്ട് ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചു. ഗീത തുടങ്ങുമ്പോ തന്നെ നാസത്തോ വിദ്യത്തെ ഭാവഃ നാഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോഃ തത്വദർശിഭിഃ ന ജായത്തെ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ എന്നൊക്കെയാണ് ഗീത തുടങ്ങിയത്. നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണത്വം പുറം ലോകത്തില് എവിടെയും കിട്ടാനില്ല. ഇതൊക്കെ ആദ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇനി കേൾക്കണതിനൊന്നും പ്രയോജനപ്പെടില്ല. അതുകൊണ്ടാണ് എപ്പോഴും തുടങ്ങുമ്പോ ഇവിടുന്ന് തുടങ്ങണം. പുറമേക്ക് മുഴുവൻ അന്വേഷിച്ചു നോക്കി മതിയായിട്ട് വന്ന ആൾക്കേ ഭഗവത്ഗീത മനസ്സിലാവുള്ളൂ, അഥവാ ഗീതയെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇനി പുറമേ നമുക്ക് പൂർണ്ണത കൊടുക്കും എന്നൊരു ചെറിയ ഒരു ഡൗട്ട്, ശങ്ക ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സങ്ങോട്ട് പോവും. അതുകൊണ്ട് നമ്മൾ ചോദിച്ചോളണം. നമ്മളിപ്പോ ധ്യാനയോഗത്തിലേക്കാണ് കിടക്കാൻ പോണത്. ധ്യാനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ആ ചിത്രം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഒരാളിങ്ങനെ ഇരിക്കണത് ഫോട്ടോ എടുത്ത് കാണിച്ചാൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്.
എനിക്കറിയണ ഒരാള് അമേരിക്കയിൽ നിന്ന് അതുപോലെ ഒരു സീറ്റ് വാങ്ങിച്ചു, ധ്യാനം മെഡിറ്റേഷൻ സീറ്റ്. ഇത് വളരെ വില കൊടുത്ത് വാങ്ങിച്ച്, അതെന്താ അയാൾക്ക് ഫാസിനേഷൻ എന്ന് വെച്ചാൽ അതിലിരുന്ന് ഒരാൾ ധ്യാനിക്കുന്ന വളരെ സുന്ദരമായൊരു ഫോട്ടോ. ഇന്നിപ്പോ ഈ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറ്റിക്കാൻ വളരെ എളുപ്പാ. പക്ഷെ എന്നാലും അത് കാണാനൊരു സുഖം. അദ്ദേഹം അത് കണ്ടിട്ട് എത്രയോ ഡോളർ കൊടുത്ത് അത് വാങ്ങിക്കാൻ പോണെന്ന് ആദ്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, സീറ്റൊക്കെ വാങ്ങിക്കാം, അത് എളുപ്പമാണ്, നിനക്ക് പണമുണ്ട്, കൊടുത്ത് വാങ്ങിക്കാം. മെഡിറ്റേഷൻ ചെയ്യാൻ ഇപ്പൊ സീറ്റൊന്നും ആവശ്യമില്ല, പക്ഷെ സീറ്റ് കിട്ടിയത് കൊണ്ട് മെഡിറ്റേഷൻ ആവുമെന്ന് വിചാരിക്കണ്ട. അയാള് വാങ്ങിച്ചു. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരിയാട്ടോ, ഞാൻ വിചാരിച്ചു അതിലകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ധ്യാനിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കയറി ഇരുന്നപ്പോഴാണ് മുമ്പുള്ള ആള് തന്നെയാണല്ലോ ഇരിക്കണത്. അപ്പൊ ധ്യാനം എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കാണ്. പക്ഷെ എന്തിനെയാ ധ്യാനിക്കണത്? ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ എന്ന് ഭഗവാൻ 12ാമത്തെ അധ്യായത്തിൽ പറയണം. അറിയേണ്ടത് അറിഞ്ഞിട്ട് വേണം ധ്യാനിക്കാൻ എന്നാണ്. മനസ്സ് എവിടെ ഇരിക്കണം? അല്ലെങ്കിൽ നമ്മളൊക്കെ ധ്യാനിക്കണതാണ്. നമ്മൾ പണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മെഡിറ്റേഷൻ ആണത്. മെഡിറ്റേഷൻ എന്നുള്ളതിന് കോൺസെൻട്രേഷൻ ഓഫ് തോട്ട് എന്ന് മാത്രം അർത്ഥം പറയുകയാണെങ്കിൽ എല്ലാരും ധ്യാനിക്കണവരാണ്. ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരണവരെ അമ്മ ധ്യാനിക്കുന്നുണ്ട്. ഒരു പുരുഷൻ ഭാര്യയെ ധ്യാനിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ ധ്യാനിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നവര് പരസ്പരം ഇഷ്ടപ്പെടുന്നവര് ഒരു വിഷമില്ലാതെ ധ്യാനിക്കുന്നുണ്ട്. പണുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കണവർ വിഷമില്ലാതെ ധ്യാനിക്കണം. അപ്പൊ ധ്യാനമൊന്നും ഒരു സാധാരണ കാര്യമാണ്. അത് മനസ്സിന്റെ ഒരേ വിധത്തിലുള്ള ഒഴുക്കാണ് ധ്യാനം എന്ന് പറയുകയാണെങ്കിൽ എല്ലാരും ധ്യാനിക്കണവരാണ്. ധ്യാനിക്കാത്ത ആളുകളേ ഇല്ല. എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് തന്നെ അനുസ്യൂതം അനുസന്ധാനം ചെയ്യണവരേ ലോകത്തിലുള്ളൂ. അതാ ആ ധ്യാനം കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും പ്രയോജനപ്പെട്ടിട്ടുമില്ല. അതാണ് ഇപ്പൊ കുഴപ്പമായിരിക്കണത്. ചില ചിന്തകളൊന്നും ഉള്ളിന്ന് പോവാൻ വയ്യ, വേണ്ടാന്ന് വെച്ചാലും ധ്യാനം വരണു എന്നുള്ളതാണ് ഇപ്പൊ കുഴപ്പം. അതുകൊണ്ട് ആ ധ്യാനം നമുക്ക് മുക്തിക്കോ ഭക്തിക്കോ ജ്ഞാനത്തിനോ സാക്ഷാത്കാരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാത്മം എന്ന് പറയുന്ന ആ എന്തോ ഒരു അനുഭവത്തിനോ കാരണമായിട്ടില്ല. അപ്പൊ ധ്യാനം എന്നുള്ളതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ധ്യാനിക്കേണ്ടത് എന്തിനെയാണ് എന്നുള്ളത് തീരുമാനിക്കണം. ധ്യാതവ്യം കിം, എന്താണ് ധ്യാതവ്യമായിട്ടുള്ളത്? അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനെയാണല്ലോ ധ്യാനിക്കണത്. ഭഗവാൻ ഗീത തുടങ്ങുമ്പോ പറഞ്ഞു വ്യവസായാത്മിക ബുദ്ധി എന്നൊരു വാക്ക് പറഞ്ഞു. നിങ്ങളിപ്പോ ഗീതയിലൊക്കെ മറന്നു കളഞ്ഞാലും ഈ 2-3 കാര്യങ്ങൾ ഓർമ്മ വെച്ചോളാം. വ്യവസായാത്മിക ബുദ്ധിരേകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിനാം എന്ന് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് ശ്രീശങ്കരന്റെ അർത്ഥം. അതായത് ഒരു ലക്ഷ്യത്തിനെ നിശ്ചയിച്ചാൽ പിന്നെ മനസ്സ് അനുസ്യൂതം അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കാതെ തന്നെ നമ്മളുടെ മനസ്സ് അതിലേക്ക്. ഇപ്പൊ പരീക്ഷ മുമ്പിൽ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി സദാ അത് ചിന്തിക്കണ പോലെ, ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ, ഭാവം കൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചാൽ, ബുദ്ധി കൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചാൽ മനസ്സ് അതിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതിനാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറഞ്ഞു. ഇപ്പോ നമുക്ക് ജീവിതത്തിന് പല ലക്ഷ്യങ്ങളാണ്. അതും ഭഗവാൻ തന്നെ പറഞ്ഞു ബഹുശാഖാഹി അനന്താശ ബുദ്ധയ. പല കാര്യങ്ങളാണ്, ഒരു കാര്യമല്ല. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പഠിപ്പ്, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ജോലി കിട്ടണം, പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലോ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, ജോലി ആവണം, വേറെ ഒരുപാട് വ്യവഹാര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാർദ്ധക്യമായി കഴിഞ്ഞാലോ പേരക്കുട്ടികളെ കുറിച്ചുള്ള ചിന്ത, അല്ലെ? ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീസക്ത, വൃദ്ധസ്താവത് ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിനസക്ത.
എന്നുവെച്ചാൽ അപ്പൊ ഈ വ്യവഹാരമൊക്കെ ചെയ്യേണ്ടെന്നാണോ? ഒക്കെ ചെയ്തോളാം. പക്ഷെ ലക്ഷ്യം ഇതാവരുത് എന്നേ ഉള്ളൂ. നമുക്ക് ലക്ഷ്യം തന്നെ ഒരു പാരമാർത്ഥികമായ ഒരു ലക്ഷ്യമില്ലാതാവുമ്പോ നമ്മളുടെ ബയോ എനർജി, സൈക്കിക് എനർജി ഓർ സംതിങ് ഡീപ്പർ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉറങ്ങിപ്പോവും. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ലോക കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ കാര്യമായ ഊർജമോ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ എന്താണോ സംഭരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുടുംബം നടത്താനോ പണം സമ്പാദിക്കാനോ കല്യാണത്തിനോ കുട്ടികളോ അതൊന്നും വേണ്ടാണ്. അതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷെ അതിനൊന്നും ഇതിനകത്ത് ഉള്ള മുഴുവൻ ഊർജത്തിന്റെ ആവശ്യമില്ല. അത് വളരെ കുറച്ച് ഊർജം കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താവും, ബാക്കിയുള്ള അംശമൊക്കെ ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മള് തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇടിച്ച പുളി പോലെ ഇരിക്കണത്. എന്താന്ന് വെച്ചാൽ ഒരു വലിയൊരു ലക്ഷ്യമൊന്നും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും അറിയില്ല. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബഹുശാഖാഹ ഭഗവാൻ പറഞ്ഞു പല കാര്യങ്ങളാണ്, പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ധ്യാനിക്കാൻ പറ്റില്ല. എന്നാൽ പല കാര്യങ്ങൾ ചെയ്യണ്ടേ, പല കാര്യങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എന്ത് കാര്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ കിടന്ന് ചെയ്തോളാം. പക്ഷേ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? സെന്റർ പോയിന്റ്, ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു. നമ്മുടെ ഉള്ളിൽ എവിടെയോ വിവേകം എന്നൊരു ശക്തി മനുഷ്യനുണ്ട്. അത് എത്ര നീചനായ മനുഷ്യനാണെങ്കിലും അവന്റെ ഉള്ളിലും ഈ വിവേകമുണ്ട്. അത് മനുഷ്യൻ ആണെങ്കിൽ ചത്തുപോകും, ഈ വിവേകം ചത്തുപോകില്ല. ഓരോ ജന്മം കഴിയുമ്പോഴും വിവേകം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരേ വഴിയുള്ളൂ. ഈ വിവേകത്തിന്റെ പേരാണ് മനുഷ്യൻ എന്നുള്ളത്, ശരീരത്തിന്റെ പേരല്ല. ശരീരമല്ല മനുഷ്യനാവണത്, ഈ വിവേകാണ്. ആ വിവേകം എന്ന് ഗുപ്തമായിട്ട് കിടക്കുന്ന ശക്തിയെ എപ്പ ജാഗൃതമാവണോ, എപ്പ ഉണരണോ, അപ്പൊ ആ വിവേകം പതുക്കെ പതുക്കെ കാണും. പുറം ലോകത്ത് നിന്ന് പൂർണ്ണമാവാൻ സാധിക്കില്ല. നമ്മളിവിടെ എത്ര വലിയ ആളായാലും സന്തോഷപ്പെടില്ല. നമുക്കിപ്പോ എന്തോ ആയിട്ട് നമ്മൾ പൂർണ്ണമാവണം എന്നാണ് നോക്കണത്തെ. ബിക്കമിങ് എന്നാണ് അതിന് പറയാ വാക്ക്. ബിക്കമിങ്, ഭവം. നാളെ രാവിലത്തെ പ്രഭാഷണം രമണ പരാവിദ്യ ഉപനിഷത്ത് എന്നാണ് ഇട്ടിരുന്നത്. അത് അല്ല, ഇപ്പോ രമണ ഭഗവാന്റെ ഉള്ളത് 40 എന്ന തമിഴ് കൃതിയെ മലയാളത്തിലൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സ്വാത്മസുഖി എന്ന് പറഞ്ഞിട്ട് ഒരു വിസ്തരിച്ചുള്ള ഭാഷയാണ്. വളരെ പ്രൗഢമായിട്ട് വേദാന്തം ആത്മവിദ്യ അറിയണമെങ്കിൽ അതൊന്നും മതി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ തന്നെയാണ് നാളെ മുതൽ പറയണത്. അതിൽ ആദ്യത്തെ ശ്ലോകത്തില് ഭഗവാൻ ഇത് രണ്ടും പറയുന്നുണ്ട്. ഉള്ളൽ, ഉള്ളത് എന്ന് 2 വാക്ക്. ഒന്ന് ഉള്ളത്, ഒന്ന് ഉള്ളൽ. ഈ ഉള്ളൽ എന്ന് പറഞ്ഞാൽ ആയിത്തീരാനുള്ള വ്യഗ്രത. മനുഷ്യൻ എന്തോ ആയിത്തീരണം. ലോകത്തിൽ മുഴുവൻ അതാണ്, എന്തോ ആയിത്തീരണം. ചിലപ്പോ വയസ്സായാൽ പോലും തൃഷ്ണയിക്കാ തരുണായത്തെ എന്നാണ് ഭർതൃഹരി പറയുന്നത്. ശരീരമൊക്കെ ക്ഷീണിച്ചു, ഒന്നിനും വയ്യ, പക്ഷെ ഉള്ളിൽ തൃഷ്ണ ഉണ്ട് എന്നാണ്. ഇനിയും എന്തൊക്കെയോ ആവാനുണ്ട് എന്നുള്ളത്. അത് പോണില്ല. തൃഷ്ണയിക്കാ തരുണായത്തെ, ആയിത്തീരാനുള്ള വ്യഗ്രത. കൊച്ചുകുട്ടികളോട് ചോദിച്ചറിയാം, എന്തോ ആവണം. അതിനാണ് ഈ ആയിത്തീരാനുള്ള വ്യഗ്രതയെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ സ്വപ്നം എന്ന് പറയാം. ഡ്രീം. അന്തര്യാമിയുടെ സ്വപ്നശക്തി. ആ സ്വപ്നശക്തിയാണ് നമ്മളെ അധ്യാത്മത്തിലേക്കും കൊണ്ടുവരുന്നത്. സമ്മതിച്ചു, എന്തോ ഉണ്ട്, ആയിത്തീരണം. സ്വപ്നശക്തി. ആ സ്വപ്നശക്തിയാണ് നമ്മൾക്ക് പതുക്കെ ഭഗവാനെക്കുറിച്ചും സ്വപ്നം കാണാൻ തുടങ്ങണത്, അധ്യാത്മമായിട്ടും സ്വപ്നം കണ്ടു തുടങ്ങണത്. നമ്മളുടെ കലയും സംഗീതവും നാടകവും ഒക്കെ ആ സ്വപ്നത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ ആയിത്തീരൽ, എന്തോ ആവണം എന്നുള്ളത്,
അതിനാണ് നമ്മൾ മനസ്സെന്ന് പറയണത്. മനസ്സെന്ന് പറയുന്നത് തന്നെ ഈ ആയിത്തീരാനുള്ള ഒരു ഫ്ലോ, മൂവ്മെന്റ് ആണ്. നമ്മൾ ലോകത്തിൽ പലതുമായി കഴിഞ്ഞ് സംതൃപ്തി ആവണുണ്ടോ? എന്താ ഈ ആയിത്തീരൽ എന്നുള്ളതുകൊണ്ടോ ഉദ്ദേശിക്കണം? ശാരീരികമായിട്ട് വേറെ ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. പല ആളുകളും പലതും സ്വപ്നം കാണും. സിനിമയിൽ നടിക്കണവരെ പോലെയൊക്കെ ആവണമെന്ന് ചിലർ വിചാരിക്കും. അവരായി എന്ന് വേണമെങ്കിൽ ഭാവന ചെയ്യാമെന്നല്ലാതെ ശരീരം മാറുമോ? അധ്യാത്മമായിട്ട് ഒരാളെ, ആചാര്യനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ട് അതേപോലെ വേഷം കിട്ടും. ലോകത്തിൽ എത്ര പേരെയാ കാണണം നോക്കൂ. അത് ഐഡിയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളറിയാതെ ഫാസിനേഷൻ വരെയാണ്. എന്നിട്ട് അതുപോലെയൊക്കെ വേഷം കിട്ടും. ഇതൊക്കെ ഈ ആയിത്തീരാനുള്ള ആഗ്രഹമാണ്. ശരീരത്തിനെ വേറെ ഒരു രീതിയിലാക്കാൻ പറ്റില്ല. അപ്പോ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളത് സാധ്യമല്ല, പൂർണ്ണമാവില്ല. ഈ ആദ്യത്തെ ദിവസം നമ്മളിപ്പോ പറയുമ്പോ പതുക്കെ 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 നിങ്ങൾ ശ്രദ്ധിച്ചു വരണം. എന്നാൽ വളരെ എളുപ്പമാവും പിന്നീടുള്ള കാര്യം. ലോകത്തില് പണം സമ്പാദിക്കുക എന്നുള്ളൊരു ആയിത്തീരലാണ്, പ്രസിദ്ധനാവുക എന്നുള്ളതൊരു ആയിത്തീരലാണ്. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടി എന്നൊരു തൃപ്തി ഉണ്ടോ? സന്തോഷമുണ്ടോ? ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള മ്യൂസീഷ്യൻസ്, സിനിമ ആക്ടേഴ്സ് പലരും അവസാനം സൂയിസൈഡ് ചെയ്യണതൊക്കെയാണ് കാണുന്നത്. നമ്മള് സന്തോഷമില്ല. അവരുടെ സന്തോഷം പുറമേ നിന്നാണ്. പുറമേ നിന്ന് ആളുകളെ അവരെ പുകഴ്ത്തിയിട്ടില്ലെങ്കിൽ, സ്തുതിച്ചിട്ടില്ലെങ്കിൽ സന്തോഷം സന്താപമായിട്ട് മാറും. മാത്രമല്ല, ലോകത്തിൽ എത്ര പ്രസിദ്ധനും കുറെ കാലം കഴിയുമ്പോൾ അവൻ ഇരുന്ന സ്ഥലത്ത് വേറെ ഒരാൾ ഇരിക്കണത് അവൻ കാണേണ്ടി വരും. അധ്യാത്മത്തിലേക്ക് വന്ന ആളുകൾ പോലും ഇപ്പൊ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. മുമ്പിൽ പോയി ഇരിക്കണമെന്നാണ്. ഇരിക്കാൻ പറ്റില്ല, പ്രകൃതി സമ്മതിക്കുകയില്ല. ആരെയും ഒരിക്കലും നിരന്തരമായിട്ട് മുമ്പിലെ മേലെ ഒരു സീറ്റിൽ ഇരുത്താൻ സമ്മതിക്കില്ല. അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഇരിക്കും. രാഷ്ട്രീയത്തിലാവട്ടെ, കലകളിലാവട്ടെ, സംസ്കാരത്തിലാവട്ടെ, അധ്യാത്മത്തിലാവട്ടെ, ഏത് മണ്ഡലത്തിൽ നോക്കിക്കൊള്ളുക, ഒരാൾക്കും ഈ ലോകത്തിൽ എന്തെങ്കിലും ആയിട്ട് ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയോ പൂർണ്ണമാവുകയോ സാധ്യമല്ല. ഇതൊക്കെ ഇത്തിരി വിചാരം ചെയ്ത് അറിയണം. അതേപോലെ പണം സമ്പാദിച്ചിട്ടും ഒരിക്കലും പൂർണ്ണമാവാം. നമ്മൾ പണക്കാരനായ നാളെ വേറെ ഒരാൾ നമ്മളെക്കാളും പണക്കാരനാവും. നമ്മളുടെ കയ്യിൽ പണം പോകും. ഒരുപക്ഷെ നമ്മളുടെ പണമൊന്നും പ്രയോജനപ്പെടാത്ത വിധത്തിൽ ദുഃഖം വരും. അപ്പൊ ഈ ആയിത്തീരൽ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ കംപ്ലീറ്റ് ആക്കില്ല. മാത്രമല്ല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിത്തീരാൻ പറ്റില്ല എന്നുള്ളത് വേറെ ഒരു വിഷമം. ഇതാദ്യം കണ്ടു കഴിഞ്ഞാൽ പതുക്കെ നമ്മളുടെ മനസ്സ് ബാഹ്യജീവിതത്തിൽ ആവശ്യത്തിലേക്ക് വരും. ആഗ്രഹത്തിൽ നിന്നും ആവശ്യത്തിലേക്ക് മനസ്സ് പ്രയോജനപ്പെടുന്ന ഒരു ശക്തിയായിട്ട് വരും. ഈ രണ്ട് വാക്ക് ഓർമ്മ വെക്കണം. ആഗ്രഹം, ആവശ്യം. ഊണ് കഴിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അധികം പേർക്കും കല്യാണം കഴിക്കുക, കുടുംബത്തിലിരിക്കുക ആവശ്യമാണ്. കുട്ടികളെയൊക്കെ നോക്കുക എന്നുള്ളത് ആവശ്യമാണ്. ജോലി വേണം, ജീവിക്കാൻ പണം വേണം, ആവശ്യമാണ്. അതിൽ ഞാൻ വലിയ ആളാവണം, മറ്റുള്ളവരൊക്കെ പുറന്തള്ളണം, ഞാൻ സമൂഹത്തിൽ വലിയ ആളാവണം, അല്ലെങ്കിൽ അതൊക്കെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം ഒരു രോഗമാണ്, മനോരോഗമാണ്. ആവശ്യം രോഗമല്ല. നെസസിറ്റി എന്ന് പറയുന്നത് രോഗമല്ല. ജീവിക്കാനുള്ളത് വേണം മനുഷ്യന്, ജീവിച്ചു പോണം. നമ്മൾക്ക് സൗകര്യം, യഥാസൗകര്യം എങ്ങനെ ജീവിക്കണോ അത്രയും കണ്ട് ലോകത്തില് നമ്മളുടെ പ്രവൃത്തി മതി. അത്രയും കണ്ട് നമ്മൾ ലോകത്തിൽ സമ്പാദിച്ചാൽ മതി. അത്രയൊക്കെ കണ്ട് നമ്മൾ ലോകത്തിൽ വ്യവഹരിച്ചാൽ മതി. യാവതർത്ഥം വ്യവഹരേത് ദേഹേ ഗേഹേച്ച പണ്ഡിത എന്ന് ഭാഗവതം. അപ്പൊ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മേലെ നിന്നും ഇത്രയും വിവേകം കൊണ്ട് ആദ്യത്തെ നമ്മളുടെ വീട്ടു തൂത്തു വരുമ്പോ
പോർട്ടിക്കോ തൂത്തുവാരൽ പോലെയാണ് ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അധ്യാത്മ ജീവിതത്തിൽ വലിയൊരു ലൈറ്റ്നെസ് വരും. അതായത് ജീവിതത്തിൽ എന്തോ ആയിത്തീരാനുണ്ട് എന്നുള്ള ഒരു വ്യഗ്രത ആരുടെ ഉള്ളിലുണ്ടോ അവർക്ക് ധ്യാനിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഇവരുടെ ഊർജം മുഴുവനും, ഇവരുടെ ശക്തി മുഴുവനും അതിലേക്ക് ചെലവായി പോകും. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്യാം. അതൊന്നും പാരമാർത്ഥികത്തിന് പ്രയോജനപ്പെടില്ല. നമ്മൾക്ക് തന്നെ നമ്മൾ ഹിതം ചെയ്യണമെന്ന് തീരുമാനിച്ച് നമ്മൾക്ക് കുറച്ചു കാലമേ ആയുസുള്ളൂ, എപ്പം മരിച്ചു പോകുമെന്ന് അറിയില്ല എന്നുള്ള ഒരു പരമാർത്ഥവും അറിയുമെങ്കിൽ, അതുകൊണ്ടാണ് ഈ ഭാഗവതം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ മരണത്തോടു കൂടെ തന്നെ തുടങ്ങുന്നത്. ഗീതയിൽ അർജുനൻ ആദ്യം തന്നെ തന്റെ ബന്ധുക്കളുടെ ഒക്കെ മരണത്തിനെ കാണുകയാണ്. ഇത്രയൊക്കെ വലിയ വലിയ ആളുകൾ ഈ ചത്തുപോവാൻ വേണ്ടിയിട്ടാണോ ഇത്രയൊക്കെ നേടിയെടുത്തതെന്നാണ് അർജുനന് ആദ്യം തോന്നണത്. അപ്പൊ നമുക്ക് മുമ്പിൽ ഈ ഒരു നശ്വരത ഉള്ളപ്പോ വേസ്റ്റ് ചെയ്യാൻ പാടില്ല ജീവിതത്തിനെ എന്നാണ്. നമുക്ക് ഊർജം കിട്ടിയിട്ടുണ്ട്, കുറെ ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഒരു ആചാര്യൻ പറഞ്ഞു, മരുഭൂമിയില് നമുക്കൊരു കുപ്പിയിൽ ആരെങ്കിലുമൊക്കെ വെള്ളം തന്നു. മരുഭൂമി ക്രോസ് ചെയ്യണമെങ്കിൽ ആ കുപ്പിയിലുള്ള വെള്ളം കൊണ്ട് കുളിക്കോ, കൈകാല് കഴുകോ? അതെങ്ങനെ ഉപയോഗിക്കും? വളരെ ജാഗ്രതയായി ദാഹിക്കുമ്പോ കുടിക്കാൻ മാത്രം ഉപയോഗിക്കും, അല്ലെ? അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഊർജത്തിനെ ഈ ജീവിതത്തിൽ പൂർണ്ണത കണ്ടെത്താനായി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് അനാവശ്യമായിട്ടുള്ള ക്രിയകളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത്. അതിനെയാണ് ആഗാമി കർമ്മം എന്ന് പറയുന്നത്. ആഗാമി കർമ്മത്തിനെ ഇല്ലാതാക്കാം. ആഗാമി കർമ്മത്തിനെ നിഷിദ്ധ കർമ്മം എന്ന് പറയാം. നിഷിദ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ദൂഷ്യകർമ്മം എന്ന് മാത്രമല്ല, എന്ത് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലയോ, ഞാനിപ്പോ ഇലക്ഷന് നിന്നിട്ട് ആവാനൊന്നുമില്ലെങ്കിൽ, ഞാനിപ്പോ ലോകത്തിൽ വേറെ വലിയ ആളാവണം, വേറെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊക്കെ ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ, എനിക്കിപ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? എന്തോ ഒരു പൂർണ്ണതയുണ്ട്, ആ പൂർണ്ണതയെ കണ്ടെത്തണം. അതിനാണ് മനുഷ്യ ശരീരം കിട്ടിയിരിക്കണത് എന്നുള്ളൊരു തോന്നൽ വന്നാൽ, ഒരു അവസരം വന്നാൽ, ഒരു ധൃതി വന്നാൽ, നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മളെ അറിയാതെ ഉള്ളുന്നൊരു ഊർജം എഴുന്നേക്കും. വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ വെളിയിലേക്ക് ഓടണമെന്ന് തോന്നണ പോലെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, സമ്യജ്ഞാനം ആദ്യത്തെ പടി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ അറിയാം ഇനി നമുക്ക് വളരെ ജാഗ്രതയായിട്ട് ജീവിക്കണം. ഒന്ന് ആലോചിച്ചോളും, ഈ ഒരു യാത്രയിൽ നമ്മൾ തനിയാണ്. മക്കളില്ല, പേരക്കുട്ടികളില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അവരാരും കുറുകെ വരാൻ അനുവദിക്കരുത്. ഈ അർത്ഥത്തിലാണ് മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് പറയും. ജാഗ്രത എന്താന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ അവരാരും ഒന്നും സഹായിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റില്ല. അതുകൊണ്ട് അവര് പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നമ്മളുടെ അധ്യാത്മ ജീവിതത്തിന്, ആന്തരിക ജീവിതത്തിന്റെ പരിശുദ്ധിയെ തൊലച്ചു കളയാൻ പാടില്ല, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പൊ അതിന് ആദ്യത്തെ സ്റ്റെപ്പാണ് സർക്കിൾ, ആദ്യത്തെ സോപാനമാണത്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരണത് എന്താ? നമ്മളുടെ തന്നെ ഉള്ളിലുള്ള മനസ്സിന്റെ ചാപല്യങ്ങളെ, ദൗർബല്യങ്ങളെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ വല്ല വഴിയുണ്ടോന്നാണ്. ഇനി നമ്മളുടെ തന്നെ നമ്മൾ നെസസിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് തീരുമാനിച്ചാലും നോൺ എസെൻഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യത്തിൽ മനസ്സ് അതിന്റെ ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിനെ കടക്കാം. ദൗർബല്യം എന്ന് പറയുന്നത് ഒരു പാപമല്ല. ദൗർബല്യം കടക്കപ്പെടേണ്ട ഒരു തടസ്സം മാത്രമാണ്. ദൗർബല്യം ആണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തീരുമാനിച്ചു. രണ്ടാമത്തെ എന്താ? ഇനി കുറെ എനിക്ക് പറ്റണില്ലല്ലോ എന്ന് നമ്മൾ പറയുമല്ലോ. ആ പറ്റണില്ലല്ലോ എന്നുള്ളതിനെ മാറണം. പറ്റണം, സാധിക്കണം. ആ ദൗർബല്യത്തിനെ മാറ്റിയെടുക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള പല ദോഷങ്ങളെ മാറ്റിയെടുക്കണം എന്ന് വരുമ്പോഴാണ് അതിനെന്ത് ചെയ്യണം? അവിടെയാണ് ധ്യാനം.
ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണ കൽമഷാഹ ഛിന്നദ്വൈതാഹ യഥാത്മാനഃ സർവഭൂതഹിതേരതാഹ എന്ന് 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. സകലവിധമായ മനോദോഷങ്ങളും പോയിട്ടുള്ള യതികൾ, ദ്വൈതാഹ, ഛിന്നദ്വൈതാഹ എന്ന് വെച്ചാൽ സംഘടനം, ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഇല്ലാത്തവര്, വിരുദ്ധങ്ങളുടെ യുദ്ധമില്ലാത്തവര്, ദ്വന്ദ്വങ്ങളുടെ യുദ്ധം ഉള്ളിലില്ലാത്തവര്, അവര് പൂർണ്ണതയെ പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഈ വിരുദ്ധങ്ങളെ പതുക്കെ, മനസ്സിനെ പതുക്കെ നീക്കം ചെയ്യാൻ, മനോദോഷത്തിനെ നീക്കം ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പ്. മനോദോഷത്തിനെ നീക്കം ചെയ്യൽ എങ്ങനെ സാധിക്കും? ഒരു കഥ പറയാം. ഒരാള് വർഷാവർഷമല്ല, ഒരു വർഷം മുഴുവൻ അയാള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുതിരപ്പുറത്ത് ധാരാളം സാധനങ്ങൾ വെച്ച് കെട്ടി, ഒരു ചാക്ക് വെച്ച് കെട്ടി സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകും. എപ്പോഴും ചെക്ക് പോസ്റ്റില് ഇയാളെ ചുങ്കത്തിന് പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ചാക്കിലൊന്നുമില്ല, കുറെ വൈക്കോല് മാത്രമേ ഉള്ളൂ. വൈക്കോലും പുല്ലും ഒക്കെ ഉള്ളൂ. ഇവര് വിടും. പക്ഷെ കുറെ കഴിഞ്ഞാൽ ന്യൂസ് വരും, ഇയാൾ പണക്കാരനായിക്കൊണ്ടേയിരിക്കണം, നിങ്ങൾ എന്താ ഈ ചെക്ക് പോസ്റ്റിൽ പിടിക്കാത്ത? അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് പിടിക്കും, ഇയാൾ വെറും വൈക്കോലും പുല്ലുമാണ് കടത്തണത്. ഈ വൈക്കോലും പുല്ലും കടത്തിയിട്ട് ഇത്രയൊക്കെ പണക്കാരനാവാൻ പറ്റുമോ? അടുത്ത പ്രാവശ്യം ശരിക്കും ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം ശരിക്കും ശ്രദ്ധിച്ചു നോക്കി, ചാക്കിലൊന്നുമില്ല, പക്ഷെ ധാരാളം പുല്ലും വൈക്കോലും മാത്രമേ പോണുള്ളൂ. അതിനെന്താ ചുങ്കം കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ കൊടുക്കും. കുറെ കാലം കഴിഞ്ഞ് ഇയാൾ പണക്കാരനായി എല്ലാം ആയി, അവസാനം റിട്ടയർ ആയപ്പോ അയാൾ ഈ പണിയൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പോ ഈ ചെക്ക് പോസ്റ്റിൽ ചുങ്കത്തിലുണ്ടായിരുന്ന ഒരാളും വിരമിച്ച ആള് പതുക്കെ ചോദിച്ചു അത്രേ, നീ ഇങ്ങനെ പണക്കാരനായിക്കൊണ്ടേ ഇരിക്കണം, ഇനിയിപ്പൊ ഞാൻ തന്നെ പിടിക്കാനൊന്നും പോണില്ല, പക്ഷെ എന്താ സീക്രട്ട്, നീ എന്താ കടത്തിക്കൊണ്ടിരുന്നത്? നീ എപ്പോ നോക്കിയാലും ചാക്കില് വൈക്കോലും ഇത് മാത്രമേ ഉള്ളൂ കുതിരപ്പുറത്ത്, നീ എന്താ കടത്തിക്കൊണ്ടിരുന്നത് ചോദിച്ചു. മനസ്സിലായില്ലേ ചോദിച്ചു. മനസ്സിലായില്ലേ, കുതിരയാണ് കടത്തിക്കൊണ്ടിരുന്നത്. ധാരാളം കുതിരയാണ് കടത്തിക്കൊണ്ടിരുന്നത്. കുതിരയെ നോക്കിയില്ല, കുതിരപ്പുറത്ത് എന്താ ഉള്ളത് എന്ന് മാത്രമേ അവര് നോക്കിയുള്ളൂ. കുതിരയെ ശ്രദ്ധിച്ചില്ല. കുതിരപ്പുറത്തുള്ള ചാക്കിൽ എന്താ ഉള്ളത് എന്നാണ് ശ്രദ്ധിച്ചത്, അല്ലേ? ഇതേപോലെ നമ്മള് മനസ്സിലെന്താ ഉള്ളത്, മനസ്സിലെന്ത് വിചാരങ്ങൾ വരണു, മനസ്സിൽ എന്തൊക്കെ ചിത്തവൃത്തികൾ വരണു, എന്ത് വിചാരങ്ങൾ വരും, മനോദോഷത്തിനെ എങ്ങനെ ജയിക്കും, മനസ്സിനെ എങ്ങനെ ശുദ്ധമാക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മനസ്സിനെ ശുദ്ധമാക്കലല്ല, മനസ്സ് തന്നെയാണ് അശുദ്ധി, മനസ്സ് തന്നെയാണ് ദോഷം എന്ന് പറയണത്, മനസ്സ് തന്നെയാണ് കളങ്കം എന്ന് പറയണത്. മനസ്സിന് മറ്റൊരു പേരാണ് കൽമഷം എന്ന് പറയുന്നത്. തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സെന്ന് പ്രത്യേകിച്ചൊരു പദാർത്ഥമേ ഉണ്ടാവില്ല. അത് മനസ്സാണ് എന്നുള്ള ഒരു പ്രത്യേക അറിവ് തന്നെയാണ് ദോഷം. മനസ്സിനെ കടക്കുക എന്ന് പറയണത് മനസ്സിന്റെ ശരിയായ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യമായി ജ്ഞാനം കൊണ്ടതിനെ കടക്കും. അതിലേക്കാണ് നമ്മളിപ്പോ വരണത്. അപ്പൊ ആട്ടെ, അപ്പൊ മനസ്സിനെ ഇപ്പൊ ധ്യാനിക്കാനാണ് പറയണത്. മനസ്സുകൊണ്ട് ധ്യാനിക്കുക. എന്തിനെ ധ്യാനിക്കും? എന്തിനെ ധ്യാനിക്കും? എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്? ധ്യാനം ചെയ്യുമ്പോ ധ്യാനം ചെയ്യുന്ന പൊരുൾ, ധ്യാനിക്കാൻ ആസ്പദമായുള്ള ആശ്രയസ്ഥാനം പൂർണ്ണമായിരിക്കണം. അതിലൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളതിനെ ധ്യാനിച്ചാലേ നമുക്ക് കുറവൊക്കെ നേർന്നു കിട്ടുള്ളൂ, അല്ലേ? അങ്ങനെ ഒരു ആശ്രയസ്ഥാനത്തിനെ കണ്ടെത്തിയിട്ട് വേണം മനസ്സിനെ അവിടെ നിർത്താൻ. ഭക്തിമാർഗത്തിൽ ആ പ്രശ്നം ചോദ്യമൊന്നും ഉദിക്കണില്ല. അപ്പൊ നമുക്ക് ഭഗവാനുണ്ട്, ഭഗവാനെ നമ്മൾ ഒരു രൂപത്തിൽ വെച്ച് ധ്യാനിക്കണം, അതോടെ കഴിഞ്ഞു കാര്യം. പക്ഷെ നമ്മള് വിചാരത്തിലേക്ക് വരുമ്പോ, വളരെ ആഴ്ന്ന് വിശകലനം ചെയ്യുമ്പോ
ധ്യാനത്തിനാസ്പദമായിട്ടുള്ള സ്വരൂപം എന്താണ്? ഏതൊന്നിൽ കളങ്കമില്ലയോ, ഏതൊന്നിൽ ജന്മ മൃത്യു ജരാവ്യാധി മുതലായ ദോഷങ്ങളൊന്നുമില്ലയോ, ഏതൊന്നും ഒരിക്കലും പോവില്ലയോ, വരില്ലയോ, ഏതൊന്ന് പൂർണ്ണമാണോ, സ്വയം പൂർണ്ണമാണോ, ഏതൊന്നിനെ ധ്യാനിച്ചാൽ പൂർണ്ണത നമുക്ക് വരുവോ, ഏതൊന്നുകൊണ്ട് നമ്മൾ കൃതകൃത്യരാവോ, ഫുൾഫിൽമെന്റ് ഉണ്ടാവോ, നിറവുണ്ടാവോ നമുക്ക്. യോ അന്തഃസുഖ അന്തരാരാമ തഥാ അന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. 5ാമത്തെ അധ്യായത്തിലെ ശ്ലോകം, അവസാനം വരുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ആരാണോ ഉള്ളില് സുഖം കണ്ടെത്തിയവൻ, അന്തഃസുഖ, അന്തരാരാമ, ഉള്ളില് തന്നെ രമിക്കുക, വിശ്രാമസ്ഥാനം കണ്ടെത്തിയവൻ, അബ്സല്യൂട്ട് റിലാക്സേഷൻ എന്നുവെച്ചാൽ പോയി എത്തിക്കഴിഞ്ഞാൽ ആവൂ എന്ന് പറയില്ലേ, അല്ലേ? വേദമന്ത്രാണത്. സാധാരണ ഉള്ളവർ ചൊല്ലുണ്ട് ഹാവൂ എന്ന് ചൊല്ലു. സാമഗാനാണെന്നാണത്. ഏതത് സാമഗായന്നാസ്തേ ഹാവൂ. സാമഗാനം മുഴുവൻ ഹാവുവാണ്. ഹാവുഹ. അവിടെ വരുമ്പോ കഴിഞ്ഞു എന്നാണ് വിശ്രാന്തി. കുട്ടികൾക്ക് മാർച്ച് മാസം 30 ഒരു സുഖം ഉണ്ടാവും. സ്കൂള് പൂട്ടിയതാണ്. എല്ലാ ജോലി തിരക്കുള്ളവർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ആവുമ്പോ ഞായറാഴ്ച വരുമ്പോ ഒരു സുഖം ഉണ്ടാവും. ഹോളിഡേ അല്ലേ, ഹോളിഡേ ആണ്, റിലാക്സേഷൻ, റിലീഫാണ്, കർമ്മത്തിൽ നിന്നൊരു വിശ്രാന്തി. ആ ഒരു സുഖം നിത്യനിരന്തരം ഉണ്ടാവണതാണ് അന്തരാരാമ എന്ന് പറയുന്നത്. അതായത് അയാൾക്ക് എപ്പോഴും ഹോളിഡേ ആണ് എന്നുവെച്ചാൽ മടിയല്ല, എപ്പോഴും തനിക്കൊന്നും ഇവിടെ ചെയ്യാനില്ല എന്നുള്ളൊരു സ്ഥിതി, വിശ്രാന്തി, സുഖം. യോ അന്തഃസുഖ അന്തരാരാമ തഥാ അന്തർജ്യോതി എന്നുവെച്ചാൽ തന്റെ അറിവിന്റെ ഉറവിടം, തനിക്ക് അറിയാൻ വേണ്ടിയുള്ള ജിജ്ഞാസ മുഴുവൻ തന്റെ ഉള്ളിൽ തന്നെ ശമിച്ചു, ശ്രിതമായി, ഡൈജസ്റ്റായി. ഇനി പുറത്തൊന്നും അറിയാനില്ല. എല്ലാ അറിവിന്റെയും ബേസിക് മെറ്റീരിയൽ അയാളുടെ ഉള്ളിലുണ്ട്. ഇന്നിപ്പോ സയൻസ് പറയണത് എല്ലാത്തിനെയും കുറച്ച് എലമെന്റ്സ് ആക്കി മാറ്റി, ആ എലമെന്റ്സിനെയൊക്കെ ബേസിക് മെറ്റീരിയൽ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കി എല്ലാ വസ്തുക്കളും ഉണ്ടാക്കാം. അങ്ങനെയൊന്നും പറ്റുമോ എന്നാണ് നോക്കണത് ഇപ്പോ. ആ എല്ലാത്തിന്റെയും ബേസിക് മെറ്റീരിയൽ അയാളുടെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞു. അതിനാണ് അന്തർജ്യോതി എന്ന് പറഞ്ഞത്. അതായത് എല്ലാ അറിവിന്റെയും ഉറവിടം, മൂലമായ അറിവ് അയാളിൽ ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെയുള്ള യോഗി, സയോഗി, അവനെയാണ് യോഗി എന്ന് പറയണത്. ബ്രഹ്മനിർവാണം അധിഗച്ഛതി, അവൻ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കും. നിർവാണം എന്ന് വെച്ചാൽ നിർവൃത്തി എന്നുള്ള പദത്തിന് അർത്ഥം, നമ്മള് മലയാളത്തിലൊക്കെ നിർവൃത്തി എന്ന് പറയും. ഏതൊന്ന് പൂർണ്ണമായിട്ടും നമ്മളെ തൃപ്തമാക്കണോ, ഒന്നും ഒരാഗ്രഹവും ബാക്കിയില്ലാതെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോ ചില മൊമെന്റ്സിൽ ക്ഷണത്തിനൊരു പൂർണ്ണത തോന്നും. നമുക്ക് സമാധാനമായി. ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോ കുറച്ച് സെക്കൻഡ്സിന് എന്നൊരു തോന്നൽ തോന്നും. ആ ഒരു കംപ്ലീഷൻ കുറച്ച് നേരത്തേക്ക് ഇരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പോവും. അത് ജീവിതം മുഴുവൻ തുടർന്ന് നിൽക്കുക. അബ്സല്യൂട്ട് ഫുൾഫിൽമെന്റ്. അയാള് കൃതകൃത്യനായി. അയാൾക്ക് ഇനി ഒന്നും അയാളുടേതായിട്ട് ഒന്നും ചെയ്യാനും നേടിയെടുക്കാനുമില്ല. അതാണ് ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞത്. നിർവൃത്തനായി. അത് എങ്ങനെ നേടി എന്ന് വെച്ചാൽ ബ്രഹ്മഭൂതോ അധിഗച്ഛതി, സ്വയം അതായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് നേടി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഒരു ദൃഷ്ടാന്തം കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിലോസഫി ആയിട്ട് നിൽക്കും. ഫിലോസഫിക്കും വേദാന്തത്തിനും എന്താ വ്യത്യാസം? വേദാന്തം ഫിലോസഫി അല്ല, ഫിലോസഫി വേദാന്തമാവൂല. ഫിലോസഫി തത്വദർശനം എന്നൊക്കെ പറയണത് നമുക്ക് അനുഭവമില്ലാത്തതും നമ്മളിൽ ഇപ്പൊ ഇല്ലാത്തതും
കേവലം ബുദ്ധിവ്യാപാരം കൊണ്ട് മാത്രം നമ്മൾ അറിയുന്നതുമായ ഒരു കാര്യത്തിനെയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അത് വേദാന്താവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളില് സുഖം എന്ന് പറഞ്ഞു, ഉള്ളില് തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞു, ഉള്ളില് തന്നെ സകലത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഒരു പ്രകാശമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അറിവെന്ന് പറഞ്ഞു. ഈ മൂന്നും നമ്മളിൽ ഉണ്ടോ? ഉണ്ടോ? പറയൂ. ഈ മൂന്നും നമ്മളിൽ ഉണ്ടോ? ഉണ്ടോ? ഈ മൂന്നും നമ്മൾ ഇല്ലെങ്കിൽ, ഇപ്പൊ ഇല്ലെങ്കിൽ ഒരിക്കലും നേടാൻ പറ്റില്ല. എന്തില്ലാത്തതാണോ അത് വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഇല്ലാതാവും. അതുകൊണ്ട് നിത്യമായിട്ട് നിൽക്കില്ല. കാരണം ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ അത് ടൈം, അതിന് ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് ഇല്ലാത്ത ടൈം ഇനിയും വരും. ആദിയിൽ ഏതൊന്നും ഇല്ലയോ അന്തത്തിൽ അതില്ലാതാവും. മധ്യത്തിൽ കാണപ്പെട്ടാലും വാസ്തവമല്ല. ഇതൊക്കെയാണ് നിയമം. അപ്പോ നമുക്കിപ്പോ അതുണ്ടോ എന്നാണ്. സുഖമുള്ളില്, രമിക്കലുള്ളില്, അതിനെക്കുറിച്ചുള്ള അറിവ്, ഈ മൂന്നും നമ്മളിൽ ഉണ്ട്. വളരെ ആശ്ചര്യമായ ഒരു അനാവരണമാണ് ചെയ്യാൻ പോണത്. നമ്മൾ എപ്പോഴും കേൾക്കണതാണ്, എന്നാലും കേൾക്കുക. നമ്മളിൽ ഈ മൂന്നും, അതായത് പൂർണ്ണ സംതൃപ്തി, ആ സുഖത്തിനോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല, അങ്ങനൊരു സുഖം. ആ സുഖത്തിന്റെ വിലയെക്കുറിച്ചുള്ള അറിവ്, അത് അബ്സല്യൂട്ടായിട്ട് അതായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് അതിനെ അനുഭവിക്കൽ, ഈ മൂന്നും നമ്മളിലുണ്ട്. എവിടെ എന്ന് വെച്ചാൽ എല്ലാരിലും ഉള്ളത് സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോ, ഡീപ് സ്ലീപ്പ്. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. സമാധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അനുഭവമില്ല. സുഷുപ്തിയില് അന്തസുഖ, വെളിയിൽ നിന്ന് എന്തെങ്കിലും സുഖമുണ്ടോ? ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മണത്തില്ല, ഒന്നും രുചിച്ചില്ല. ആ സുഖം സാധാരണമായ ഒരു സുഖമല്ലാതെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും മൂക്കുകൊണ്ട് മണത്തിട്ടും നാവുകൊണ്ട് രുചിച്ചിട്ടും ത്വക്കുകൊണ്ട് സ്പർശിച്ചിട്ടും മനസ്സുകൊണ്ട് പലവിധത്തിലുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സുഖം പോലെയുള്ള ഒരു സുഖമല്ല സുഷുപ്തിയിൽ. അങ്ങനെയൊന്നും നമുക്കൊന്നും കാണാനില്ലല്ലോ സുഷുപ്തിയിൽ. എന്ന് വെച്ചാൽ അത് നമ്മളുടെ മനസ്സ് മറയ്ക്കണത് കൊണ്ടാണ് അവിടെ കാണാത്തത്. ആവരണമെന്ന് പറയും. പക്ഷേ ഒരു ടെസ്റ്റ്, ഒരു സയന്റിഫിക് ടെസ്റ്റ് പോലെ ഒന്ന് പറയാം. നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം പറഞ്ഞ അലാം വെച്ചിട്ട് നല്ലവണ്ണം ക്ഷീണിച്ച് ഒരു 11 മണിക്ക് കിടന്നുറങ്ങി, തളർന്ന് കിടന്നുറങ്ങി. രാത്രി അറിയാതെ ഞെട്ടി എഴുന്നേറ്റു. നല്ല ഉറക്കക്ഷണുണ്ട്. സുഖമായ ഉറക്കത്തിൽ നിന്നാണ്, സ്വപ്നത്തിൽ നിന്നല്ല എഴുന്നേറ്റിരിക്കുന്നത്. നിങ്ങൾ ഒരു സ്വപ്നവും കണ്ടില്ല. സുഖമായി ഉറങ്ങി ഞെട്ടി എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റതാണ്. എണീക്കണോന്ന് തോന്നി ടൈം പീസ് നോക്കിയപ്പോ 2 മണിയേ ആയിട്ടുള്ളൂ. അപ്പോ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ടാവും? അപ്പാ, ഇനിയും 2 മണിക്കൂറുണ്ട് അല്ലെ? ജെന്യുവിനായിട്ട്, സിൻസിയറായിട്ട് എല്ലാവർക്കും, ലോകത്തിൽ ആരാണെങ്കിലും അവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ ജാഗ്രത അവസ്ഥയിൽ എന്തൊക്കെ സുഖസാമഗ്രികൾ അടുക്കി വെച്ചിരിക്കുന്ന ചക്രവർത്തിയാണെങ്കിലും അയാൾക്കും ആ 2 മണിക്കൂറിൽ അയാൾ ഒന്നും നേടിയെടുക്കില്ല. എല്ലാം നഷ്ടപ്പെടുത്താ ചെയ്യുക. അയാളുടെ ലോകം അയാൾ നഷ്ടപ്പെടുത്തുന്നു, അയാളുടെ ശരീരം അയാളെ നഷ്ടപ്പെടുത്തുന്നു, അയാളുടെ മനസ്സ് അയാളെ നഷ്ടപ്പെടുത്തുന്നു, അയാൾ വലിയവനാണെന്നുള്ള ഭാവമോ ചെറിയവനാണെന്നുള്ള ഭാവമോ ഒക്കെ നഷ്ടപ്പെടുത്തുന്നു.
ഭാവനകളെ നഷ്ടപ്പെടുത്തുന്നു, ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു, പേഴ്സണാലിറ്റിയെ നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ടും ഇതൊന്നുമല്ലാതെ എന്തോ ഒരു സുഖം, ഒരു 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 സന്ധിസ്ഥാനത്തിലാണ് നമ്മളപ്പം നിൽക്കുന്നത്. അതായത് വേണമെങ്കിൽ അങ്ങടേക്ക് പോവാം, വേണമെങ്കിൽ ഇങ്ങടേക്ക് വരാം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ ടൈം പീസിലേക്ക് നോക്കിയത്. അങ്ങടേക്ക് പോവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അറിയാതെ വോട്ടിടുന്നത് ഈ ജാഗ്രത അവസ്ഥയ്ക്കല്ല, ആ അവസ്ഥയ്ക്കാണ്. അല്ലേ? നമ്മളുടെ ഹൃദയം വോട്ട് ചെയ്യണത് ആ അവസ്ഥയ്ക്കാണ്. അവിടെ ഞാനൊന്നുമല്ല, അവിടെ ഞാൻ ഒന്നും നേടിയെടുക്കണില്ല, ഞാൻ ഒന്നും ആവണില്ല, യാതൊന്നും ആയിത്തീരണില്ല. എന്തൊക്കെയാണോ അതൊക്കെ മാറ്റിവെക്കുകയാണ് ചെയ്യണത്. എല്ലാം ഒന്നും ശരീരമേ ഇല്ലല്ലോ, അല്ലേ? മാത്രമല്ല അവിടെയുള്ള സുഖം, ആ സമയത്തൊന്ന് ശ്രദ്ധിക്കുക, എന്താ ഈ സുഖം? ആ സുഖം എന്തൊക്കെ തന്നെ സാമഗ്രികളെ അപ്പൊ അയാളുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും അയാൾക്ക് വേണ്ട. ഇപ്പൊ ഉറങ്ങണം, അങ്ങടേക്ക് പോണം. ഉറക്കത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് അറിയില്ല. എനിക്കൊന്നും അറിയില്ല, സുഖമായിരുന്നു എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ഈ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ബുദ്ധിയാണ്. എന്താന്ന് വെച്ചാൽ അതിന് അവിടേക്ക് എൻട്രി ഇല്ലാത്തത് കൊണ്ട്, അതിന് പ്രവേശമില്ലാത്തത് കൊണ്ട് ബുദ്ധി പറയണു എനിക്കൊന്നും അറിയില്ല. സുഖമായിരുന്നു എന്ന് പറയുന്നത് ബുദ്ധിയല്ല. നല്ലവണ്ണം രണ്ടും മാറ്റി അറിയണം. ഒന്നും അറിയില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്നത് ബുദ്ധിയാണ്. സുഖമായിരുന്നു എന്ന് പറഞ്ഞത് ബുദ്ധിയല്ല, നമ്മളാണ്. ആ സുഖം നമ്മളിൽ നിന്നാണ് വന്നത്. ആത്മാനുഭവമാണ് ആ സുഖം, പൂർണ്ണമാണ് ആ സുഖം. അതിലൊന്നും ചേർക്കാനും പറ്റില്ല, ഒന്നും എടുക്കാനും പറ്റില്ല. നമ്മൾ ആ സുഖത്തിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 1,00,000 വർഷം മനുഷ്യനായി ജനിച്ച് ദിവസം ഉറങ്ങിയാലും നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിച്ചാൽ ഉണ്ടാവും. ആത്മജ്ഞാനം ഒരു പ്രത്യേക അനുഭവത്തിന്റെ ഫലമല്ല, നമ്മൾക്കുണ്ടാവുന്ന അനുഭവത്തിനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന സാഖ്യശാസ്ത്രത്തിന്റെ ഫലമാണ്. രമണ മഹർഷി മരണം വന്നു എന്ന് പറഞ്ഞ് നീണ്ടു നിവർന്ന് കടന്നു, വിചാരം ചെയ്തു, ജ്ഞാനിയായി. മരണാനുഭവം കൊണ്ടല്ല ജ്ഞാനിയായത്, അതില് സാഖ്യം, വിചാരം പ്രവർത്തിച്ചത് കൊണ്ടാണ് ആത്മജ്ഞാനം ഉണ്ടായത്. അതേപോലെ നമ്മൾ ദിവസം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ശ്രദ്ധിക്കുക, എന്താ അവിടെ? ഹിരണ്യനിധിസ്ഥാനം എന്നാണ് ബൃഹദാരണ്യകോപനിഷത്ത് പറയണത്. അതായത് ഹിരണ്യനിധി കുഴിച്ചിട്ടിട്ട്, ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ ലക്ഷക്കണക്കിന് വർഷം ഇരുന്നാലും അത് എന്താന്ന് നോക്കിയിട്ടില്ലെങ്കിൽ, കുഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അറിയോ? അറിയില്ലല്ലോ. അതേപോലെ ഉറങ്ങണുണ്ട്, ശരി, ഉറങ്ങുന്നത് കൊണ്ട് എന്താ? ഒന്നും അറിയില്ല. നമുക്ക് ഉറക്കം എന്താ ഒന്നും അറിയില്ല. അവിടെ എന്ത് സംഭവിക്കണമെന്നും അറിയില്ല. അവിടെ നമ്മളുടെ മനസ്സ് ശരീരമൊക്കെ വഴിവിട്ട് തരികയും ബുദ്ധിയും പ്രവർത്തിക്കണില്ല. നമ്മൾ സ്വയമായി അതായിട്ട് ഇരിക്കുകയാണ്. അതാണ് ബ്രഹ്മഭൂത. പക്ഷെ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബുദ്ധിയിൽ അജ്ഞാനം നീങ്ങാത്തത് കൊണ്ട് ബുദ്ധിയുടെ ആവരണമുണ്ട്. ഈ ഉറക്കം എന്ന് പറയണത് ആ സുഖത്തിന്റെ പേരല്ല, ആവരണത്തിന്റെ പേരാണ് ഉറക്കം. നമ്മൾ ആ സുഖത്തിനെ ഉറക്കമെന്ന്, ഉറക്കത്തിന്റെ സുഖമെന്ന് വിളിക്കുകയാണ്. ആ സുഖം ഉറക്കത്തിന്റെ സുഖമല്ല. ഈ സുഖം ആത്മാവെന്ന് പറയണതാണ്. ഈ ഉറക്കം എന്ന് പറയണത് ആവരണം, ഈ മറവാണ്. എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറയണല്ലോ, അതാണ് ഉറക്കം. ആ സുഖം ഉറക്കത്തിന്റെ അല്ല, സുഖം ആത്മാവിൽ നിന്ന് വരുന്നതാണ്, നമ്മളിൽ നിന്ന് വരുന്നതാണ്, സത്തയിൽ നിന്ന് വരുന്നതാണ്, സ്വരൂപത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അന്തസുഖ, ആ സുഖത്തിനോട് ഉപമിക്കാൻ ഒന്നും തന്നെയില്ല. നമ്മൾ അന്വേഷിക്കുന്ന ബ്രഹ്മാനന്ദം, ആത്മാനുഭൂതി, പൂർണ്ണത, ഭഗവാൻ അവിടെ ഉണ്ട്. എന്തുകൊണ്ട് അതിനെ എല്ലാവരും ആശിക്കുന്നു? ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷോന്തര്യാമി, ഏഷ യോനി പ്രഭവാപ്യയൗ ഹി ഭൂതാനാം എന്ന് വേദം തന്നെ പറയണതാണ്. നിങ്ങള് സുഷുപ്തിയിൽ എന്തുണ്ടായി? ഒന്നും അറിയില്ല. ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. അവിടെ ഒരു ആഗ്രഹവുമില്ല, ഒരു സ്വപ്നവുമില്ല, സുഖമായിരുന്നു. അവിടെ എന്താ സുഖത്തിന് കാരണം? ഹേതു എന്താ? ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷോന്തര്യാമി, ഏഷ യോനി പ്രഭവാപ്യയൗ. സർവേശ്വരൻ, സർവജ്ഞൻ, അന്തര്യാമി, നമ്മൾക്ക് പൂർണ്ണത തരുന്ന എന്തോ ഒന്ന് ഭഗവാൻ. നമുക്ക് പുരുഷൻ സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭാവന വരികയാണ്. ഭഗവാൻ പുരുഷനോ സ്ത്രീയോ അതിനൊക്കെ അപ്പുറം ഉള്ളതാണ്.
നമ്മളുടെ ലിംഗ ആശയത്തിനൊക്കെ അപ്പുറമുള്ളതാണ്. ആ സുഷുപ്തി അവസ്ഥയിൽ ആ ഒരു സുഖം, ആ പൂർണ്ണത നമ്മളുടെ ഉള്ളിലുണ്ട്. യോ അന്തസുഖ. നമ്മളുടെ നാച്ചുറൽ ഇന്റലിജൻസ്, അതിന് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുള്ള ഒരു ബുദ്ധി പറയണു, ഈ ജാഗ്രത അവസ്ഥയും അതിനെയും കൂടെ തുലനം ചെയ്തിട്ട് പറയണു, ഈ ജാഗ്രത അവസ്ഥ വേണ്ട എന്നാണ് പറയേണ്ടത് നമ്മളുടെ അടുത്ത്. പക്ഷെ നിവൃത്തിയില്ല, പ്രാരബ്ധമാണ്, തള്ളി പുറപ്പെട്ടു വരും നമ്മള്. എന്തോ ഒരു ഫോഴ്സ് നമ്മളെ എഴുന്നേൽപ്പിക്കണമെന്നല്ലോ, ആ ഫോഴ്സ്. അല്ലെങ്കിൽ ഉറങ്ങിയാ എന്തിനാ എഴുന്നേക്കണം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്തിനാ എഴുന്നേറ്റു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. എഴുന്നേൽപ്പിക്കണ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് പ്രാരബ്ധം എന്ന് പറയണത്. പിടിച്ച് തള്ളിക്കൊണ്ട് പുറത്തു പോകും. ആ ഫോഴ്സാണ് നമ്മളുടെ കംപ്ലീറ്റ് കൺട്രോൾ. അതാണ് ഇപ്പൊ ഞാൻ പറയണത്. കേൾക്കാൻ നിങ്ങൾക്ക് യോഗം ഇല്ലെങ്കിൽ അയാള് ഇപ്പൊ ഉറങ്ങാൻ വെച്ച് കളയും. കേട്ടോണ്ടേയിരിക്കുമ്പോ ഉറങ്ങിക്കളയും. കംപ്ലീറ്റ് കൺട്രോളാണ് ആ ഫോഴ്സ് നമ്മളുടെ ഉള്ളില്. ഇപ്പൊ ഈ വിദ്യ ഉള്ളിൽ കടക്കാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ വീണുപോകും. അതിന്റെ ഇടയില് പ്രസംഗമൊക്കെ കഴിഞ്ഞു പോകും. അപ്പൊ ആ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ശരീരമണ്ഡലത്തേക്ക് വരുന്നത്. മാത്രമല്ല, ഉറക്കത്തിൽ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ജാഗ്രതത്തിലാണ്. ഉറക്കത്തിൽ ആർക്കും ഒരു വിഷമമില്ലല്ലോ. ഏറ്റവും വലിയ ദുഃഖം നടന്ന ദിവസവും അതിനകത്തേക്ക് ഒരു ദുഃഖവുമില്ല. പക്ഷേ ഉറക്കം ഒരു കാര്യം നമുക്ക് കാണിച്ചു തരണു. നമ്മൾക്ക് പൂർണ്ണമാവാൻ, നമ്മൾക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടാവാൻ ശരീരത്തിന്റെ ആവശ്യമില്ല എന്ന് കാണിച്ചു തരാം. ഏറ്റവും വലിയൊരു ദൃഷ്ടിയാണത്. എന്നാലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കണം ദേഹം ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ എന്നാണ്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഡയബറ്റീസ് വന്നു, ഹൈലി ഡയബറ്റിക്. അയാളെ കാല് വിരലൊക്കെ ഓരോ ദിവസം ആവുമ്പോ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കൈയോടെ പോരും. അവസാനം ഡോക്ടർ പറഞ്ഞു ഒരു നിവൃത്തിയില്ല, കാല് മുറിച്ചു കളയണം. കാല് മുറിച്ചു കളഞ്ഞു. മുറിച്ചു കളഞ്ഞാൽ 9ാമത്തെ ദിവസം 10ാമത്തെ ദിവസം ഹീലാവും, അത്രേ ഉള്ളൂ എന്ന്. കാല് മുറിച്ചു കളഞ്ഞ തലേ ദിവസം വരെ നിലവിളിച്ച് ബഹളം കൂട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞു, കാല് മുറിച്ചു, അപ്പാ എന്തൊരു സുഖം എന്നാണ്. അപ്പൊ മരണത്തിന് നല്ല പേടിയുള്ള ആളാ. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു പോ. അപ്പൊ അദ്ദേഹം ആ ന്യൂസ് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞപ്പോ കാല് പോയപ്പോ തന്നെ ഇത്ര സുഖമാണെങ്കിൽ ശരീരമേ പോയാൽ എത്ര സുഖം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കണ ഈ ശരീരം കൊണ്ടാണ് സുഖം എന്ന് വിചാരിക്കണു. ശരീരം പോകുമ്പോ ഉള്ള സുഖം ദിവസം സുഷുപ്തിയിൽ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ആഗ്രഹിക്കുന്നത്. രാത്രിയാവുമ്പോ കിടക്കണമെങ്കിൽ ആ കിടക്കാൻ പോണ സമയത്ത് ഒരു പ്രിപ്പറേഷനും. എന്താ? ശരീരമില്ലായ്മയെ അനുഭവിക്കാനുള്ള ആഗ്രഹമാണ്. നിദ്രയെ ഡെഫിനിഷൻ കൊടുത്താൽ എന്താ? ദേഹമില്ലായ്മ അല്ലേ? സുഖം. ഒരു പ്രശ്നവും അറിയില്ല. ഏറ്റവും വേദനയും വിഷമമുള്ള ദിവസമാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയില്ല. അപ്പോ കാലും കൈയും ഒക്കെ പോയാൽ അവർക്കൊരു കുറവ് തോന്നണില്ല, മാത്രമല്ല നിറവ് തോന്നുന്നു. ഇന്നിപ്പോ ആധുനിക മെഡിക്കൽ സയൻസില് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യണത് കൊണ്ട് കൂടുതൽ നമുക്ക് പ്രൂഫാണ് വരുന്നത്. നമുക്ക് നമ്മളുടെ പൂർണ്ണത ഉണ്ടാക്കാൻ നമുക്ക് ദേഹാദികൾ ആവശ്യമില്ല. വേദാന്തം പറയണ ദേഹം മനസ്സും ഒക്കെ ആത്മാവിൽ അധ്യസ്ഥമാണ് എന്ന് പറയണത് കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൂപ്പർ ഇമ്പോസിഷനാണ്. ഇനിയിപ്പോ ദേഹം ആത്മാവിൽ ഇല്ലെന്ന് തന്നെയാണ്. സുഷുപ്തിയിൽ ദേഹമൊന്നുമില്ലല്ലോ, നമ്മൾ സുഖമായിട്ടിരിക്കണം. ദേഹത്തിൽ എന്തൊക്കെയോ വെച്ച് പിടിപ്പിച്ചിട്ട് അറിയണമില്ല. 2 ദിവസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് ഒരാൾ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഹാർട്ടിൽ എന്തോ പ്രോബ്ലം ആയി ഒരു മെഷീന് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടാവും ചോദിച്ചു. എനിക്കൊന്നും അറിയണില്ല എന്ന്. അത് വെച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ പഴയ പോലെ ഇരിക്കേണ്ടത്. ദേഹം നമ്മൾക്ക് ബോഡി കോൺഷ്യസ്നസ് വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു ഫോറിൻ മെറ്റീരിയൽ വെച്ചാൽ നമുക്ക് അറിയേണ്ടതല്ലേ? തൊട്ടു നോക്കിയാൽ അറിയേണ്ടതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ പാട്ടില് വെച്ചാൽ ഒരു പുറത്തൊരു ഷെൽഫിൽ ഒരു സാധനം വെച്ചാൽ അത് തൊട്ടു നോക്കിയാൽ നമുക്ക് അറിയും, ഇല്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ദേഹത്തിലും വെച്ചത് ഇരിക്കണു പോണു. പോട്ടെ. അപ്പോ പൂർണ്ണത നമ്മളിൽ ഉണ്ട് എന്നുള്ളതിനാണ് സുഷുപ്തി ഒരു ദൃഷ്ടാന്തം. 2, അത് അബ്സല്യൂട്ട് ആയിട്ടുള്ള വിശ്രാമസ്ഥാനാണ്. അതായത്
ദേഹത്തിന്റെയോ മനസ്സിന്റെയോ പ്രശ്നങ്ങളൊന്നും തന്നെ അല്പം പോലും അതിനെ കളങ്കപ്പെടുത്തുന്നില്ലെന്ന് ആ സ്ഥാനം കാണിച്ചു തരുന്നുണ്ട്. തത്ര സ്ഥേനോ അസ്ഥേനോ ഭവതി, ഭ്രൂണഃ അഭ്രൂണഃ ഭവതി, മാതാ മാതാ ഭവതി, പിതാ പിതാ ഭവതി. വേദം പറയണത് അവിടെ അമ്മ അമ്മയല്ല, അച്ഛൻ അച്ഛനല്ല, മഹാകള്ളൻ കള്ളനല്ല, ക്രിമിനൽ ക്രിമിനലല്ല, പുണ്യം പാപം ഒന്നിനും അവിടെ എൻട്രി ഇല്ല. അല്ലേ? ഉറങ്ങിക്കഴിയുമ്പോ ഒന്നും അവിടെ പ്രവേശിക്കണേ ഇല്ല. ജയിലിൽ കിടക്കുന്ന ആൾക്ക് അവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി. പക്ഷേ ഉറക്കം നമുക്കൊരു പരിഹാരമല്ല. ഈ പറഞ്ഞത് വന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാവും എന്ന് പറയാനല്ല, മഹാമടയനാവും, അത്രയേ ഉള്ളൂ ഉറങ്ങിക്കൊണ്ടേയിരുന്നാൽ. ഉറക്കം എന്ന് പറയുന്നത് തന്നെ അജ്ഞാനത്തിന്റെ പേരാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഉറക്കത്തിലുള്ള സുഖം എന്നുള്ള ഒരു എലമെന്റിനെ മാത്രമാണ് ശ്രദ്ധിക്കാൻ പറയണത്. നമുക്ക് ജാഗ്രത അവസ്ഥയിലാണ് ആത്മജ്ഞാനം വേണ്ടത്. ജാഗ്രത അവസ്ഥയിലാണ് നമുക്ക് പൂർണ്ണത വേണ്ടത്. ആ പൂർണ്ണത വേണമെങ്കിൽ ആ ഉറക്കത്തിനെ ഒന്നു ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ദിവസം ഒരു കാര്യം മനസ്സിലാക്കാം. ശരീരമോ മനസ്സോ ഒന്നുമില്ലാതെ ഒരു പൂർണ്ണതയുണ്ട്. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ സുഖം അത് ക്രിയേറ്റഡ് ജോയ് അല്ല, എന്തെങ്കിലും നേടിയെടുത്തിട്ട് വരുന്ന സുഖമല്ല, ഉപേക്ഷിക്കുന്നത് കൊണ്ടുവന്ന സുഖമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ സുഖം വരും ജാഗ്രത അവസ്ഥയിൽ. സുഷുപ്തിയിൽ എല്ലാത്തിനെയും വിടുമ്പോഴാണ് സുഖം, അല്ലേ? എല്ലാം വിട്ട് അടങ്ങിയപ്പോഴാണ് സുഖം വന്നത്. അടക്കത്തിൽ നിന്ന് വന്ന സുഖമാണ്. ജാഗ്രതത്തിൽ ഔദ്ധത്യം കൊണ്ടാണ് സുഖം വരുന്നത്, എന്തോ ആയിത്തീരുമ്പോ സുഖം. സുഷുപ്തിയിൽ അടങ്ങുമ്പോ ഒരു സുഖം വന്നു. ആ സുഖം വരാൻ കാരണം എന്താ? അടങ്ങാതെ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അടങ്ങിയപ്പോഴാണ് സുഖം വന്നത്. ഉള്ളിൽ പോയി ഒടുങ്ങിയപ്പോഴാണ് സുഖം വന്നത്. അടക്കം കൊണ്ടുവന്ന സുഖം. അന്തരാരാമ, ഉള്ളിലുള്ള സുഖം. അവിടെ അബ്സല്യൂട്ടായിട്ടുള്ള ആരാമസ്ഥാനം. രമിക്കുന്ന സ്ഥാനം, രമിപ്പിക്കുന്ന വസ്തു അവിടെ ഉണ്ട്. അവിടെ റെസ്റ്റാണ്, റിലാക്സേഷൻ. എല്ലാ ഊർജവും അവിടെ നിന്ന് ഉണ്ടാവുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഊർജസ്വലരായി അവിടെ പോയിട്ട് വെളിയിൽ വന്നാൽ. അന്തർജ്യോതി, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടോ? അറിവുണ്ട്. ആ അറിവിന് പ്രാമുഖ്യം കൊടുക്കുകയാണ് ഇപ്പൊ ശ്രദ്ധിക്കുമ്പോ. നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മളിപ്പോ കേൾക്കണത്. നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ ഒരു ഫിനോമിനനാണ്, റെസ്റ്റ് മാത്രമാണെന്നൊക്കെ ധരിച്ചിരിക്കുമ്പോഴാണ് പുതിയതായിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് വരുന്നത്. അതല്ലാതെ വേറെന്തോ ഉണ്ട് എന്നാണ്. അപ്പോ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ എന്താവണു? നമ്മൾ അന്വേഷിക്കുന്ന ആ പൂർണ്ണത നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് അറിയുമ്പോ നമ്മളുടെ അറിവ്, ഫോക്കസ്, അറിയാനുള്ള ആഗ്രഹം, നമ്മളുടെ ഊർജം, ബുദ്ധിയുടെ ശക്തി മുഴുവൻ അതിന്റെ നേരെ തിരിയും. അപ്പോഴാണ് ഇനി ധ്യാനം എന്നുള്ളത് ആരംഭിക്കുക. അതിനു വേണ്ടിയിട്ടാണ് പറയണത്. അതിന്റെ നേരെ തിരിഞ്ഞു കഴിയുമ്പോഴാണ് മെഡിറ്റേഷൻ എന്നുള്ളതൊക്കെ സഫലമാവുക. നമ്മൾ മനസ്സിലാക്കി, നമ്മള് വിചാരിക്കണ പോലെ നമ്മള് ഈ ശരീരമോ മനസ്സോ അല്ല, ഇതല്ലാതെ ഒരു സെന്റർ, ഹൃദയം എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. ആ ഹൃദയത്തില് പോയിട്ടാണ് മാനസികമല്ലാത്ത, ബൗദ്ധികമല്ലാത്ത, ശാരീരികമല്ലാത്ത, ബയോളജിക്കലോ സൈക്കോളജിക്കലോ അല്ലാത്തതായ ഒരു സ്ഥാനത്തിലേക്ക് പോകുമ്പോഴാണ് സുഖം വരണത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, അടങ്ങിയപ്പോഴാണ് സുഖം വന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായി? ജാഗ്രത അവസ്ഥയിൽ എങ്ങനെ അടങ്ങും എന്നുള്ള ചോദ്യം വന്നു. അടങ്ങാം, അടങ്ങിയിട്ട് അറിയാം. അടങ്ങി അറിയണതിനെ ഭക്തി എന്ന് പറയണു, അടങ്ങുന്നതിനെ ജ്ഞാനം എന്ന് പറയണു. രണ്ടിലും അടങ്ങിയാൽ സുഖം വരും. അടങ്ങിയവന് അറിയണം, അറിഞ്ഞവന് അടങ്ങണം. അടങ്ങിയാൽ മാത്രം പോരാ, സുഷുപ്തിയിൽ അടക്കണ്ട്, പക്ഷെ അറിവില്ലാത്തതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവണില്ല. ഭക്തിയിലും അതുപോലെ യോഗ സാധനയിലും ഒക്കെ അറിയാതെ അടങ്ങും, പക്ഷെ അടങ്ങിക്കഴിഞ്ഞാൽ ജ്ഞാനമില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ തന്നെയാണ് അടങ്ങണത് എന്ന് അറിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ സ്വരൂപമാണിതെന്നോ അല്ലെങ്കിൽ ആ സത്ത ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് വന്നിട്ട് പോണത്. അപ്പൊ അടങ്ങിയതിനെ അറിയുക, അടങ്ങണ സ്ഥാനത്തിനെ അറിയുക. ആ സ്ഥാനമാണ് ധ്യാനഭൂമി എന്ന് പറയണത്. അല്ലെങ്കിൽ ഇവർ ധ്യാനിക്കുമ്പോഴൊക്കെ ധ്യാനിക്കണ വസ്തു പുറമേക്കുള്ള ഒരു വസ്തുവിനെയും നിരന്തരം പിടിച്ചു നിർത്താൻ പറ്റില്ല.
ഭാവന കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ ഭാവന ചെയ്യാം. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് ഭാവന മറിഞ്ഞു പോകും, നിൽക്കില്ല. അപ്പോ മനസ്സുകൊണ്ടുള്ള ധ്യാനം നിരന്തരം നിൽക്കില്ല. അതിനെ ഒരു പതഞ്ജലി മഹർഷി ഒരു കുഴപ്പമായിട്ടാണ് പറയുന്നത്, അലബ്ധഭൂമികാത്വം എന്ന് പറയുന്നത്. അതായത് നോട്ട് ഗ്രൗണ്ടഡ് ഫൗണ്ടേഷൻ. അവർക്ക് ഒരു നിത്യനിരന്തരമായ ഒരു ധ്യാനസ്ഥാനം കിട്ടിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ തന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവിനെ ധ്യാനിക്കുമ്പോ അതൊക്കെ ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ വിട്ടുപോകും, മറഞ്ഞുപോകും. അപ്പൊ മറഞ്ഞു പോവാത്തതായ വസ്തുവിനെ ധ്യാനിക്കണം. അതെവിടെയുണ്ട്? തന്നിലുണ്ട്. അത് ആവൃതമായിട്ട് കിടക്കുകയാണ്, മറഞ്ഞു കിടക്കുകയാണ്. ആ മറവിനെ നികത്തണം. പുറമേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കണം. ഉള്ളില് ശ്രദ്ധിക്കണം. തന്നെ ശ്രദ്ധിക്കണം. ഈ സുഷുപ്തി എന്നുള്ള അവസ്ഥ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയാണ്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാത്രി വരാൻ പോണതാണ്. അങ്ങനെയല്ലാതെ ആ വസ്തു ഇപ്പൊ തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. അതുകൊണ്ട് ആ അധിഷ്ഠാനം ഇപ്പൊ തന്നെ അനാവൃതമാവണം. ഹൃദയം എന്ന് പറയുന്നത് മനസ്സോ ശരീരമോ അല്ലാത്ത ഒന്ന്. സകല ആനന്ദത്തിന്റെയും പൂർണ്ണതയുടെയും ഉറവിടം. ആ ഉറവിടമാണ് നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. അപ്പോഴാണ് ശ്രദ്ധാപ്രധാനമായ ധ്യാനം ആത്മാനുഭവത്തിലേക്ക് കലാശിക്കും. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമാക്കിക്കൊണ്ട്, ഇന്ദ്രിയങ്ങളെ ആവശ്യത്തിലധികം ചലിപ്പിക്കാതെ ശ്രദ്ധയെ തന്നിൽ നിർത്തിക്കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തതായ തന്റെ സ്വരൂപത്തിനെ, പൂർണ്ണതയെ ശ്രദ്ധ കൊണ്ട് കാണുക. ഈ ക്ഷണമെന്നാണ്. ഈ ക്ഷണം, ആ ഈക്ഷണത്തിനെയാണ് ഒരു വിധത്തിൽ ജ്ഞാനികൾ ധ്യാനം എന്ന് പറയണത്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോബുദ്ധി മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാ ഭയക്രോധഃ യസ് സദാ മുക്തയേവ സഃ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ 27-28 ശ്ലോകത്തിൽ ഭഗവാൻ ധ്യാനത്തിനെ സൂചിപ്പിച്ചു. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ, വെളിയിലുള്ള കോണ്ടാക്ട്സ്, സംബന്ധമൊക്കെ പുറമേക്ക് തന്നെ വിട്ടിട്ട്. ചക്ഷുഹു എന്ന് വെച്ചാൽ കണ്ണ്, അതായത് ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് കണ്ണ്, അല്ലാതെ ഈ കണ്ണല്ല. ശ്രദ്ധയെ ഭ്രുവോഹോ, ഭ്രൂമധ്യത്തിൽ എന്ന് വെച്ചാൽ മനസ്സിന്റെ ഉറവിടത്തിൽ എന്നർത്ഥം, അല്ലാതെ ഇവിടെ എന്നല്ല. മനസ്സിന്റെ ഉറവിടമാണ് ഭ്രൂമധ്യം യോഗശാസ്ത്രത്തില്. പ്രാണാപാനവും സമൂകൃത്വ, പ്രാണനെയും അപാനനെയും എപ്പോഴാ സമാവുക എന്ന് വെച്ചാൽ നമ്മളിൽ പെർവേർട്ടഡ് ആയിട്ടുള്ള സ്പന്ദനങ്ങൾ, വൈബ്രേഷൻസ് ഇല്ലെങ്കിൽ പ്രാണനും അപാനനും സമാവും. ശാന്തമായിട്ടിരിക്കുമ്പോൾ പ്രാണാപാനം സമാവും. യതേന്ദ്രിയ മനോബുദ്ധി, മനസ്സും ബുദ്ധിയും ഒക്കെ ഒന്ന് തന്നെ. അതായത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആത്മസാക്ഷാത്കാരം. മോക്ഷപരായണ, പരിപൂർണമായ ഭഗവത് പദത്തിനെ പ്രാപിക്കണമെന്ന് തീരുമാനിച്ചവൻ. വിഗത ഇച്ഛാഭയക്രോധ, അവന് വേറെ ഒന്നും നേടിയെടുക്കാനില്ല. ആഗ്രഹങ്ങളൊക്കെ വരുമ്പോ നമ്മളുടെ ഈ ആന്തരികമായ യാത്രയെ അത് കളങ്കപ്പെടുത്തും. എന്തെങ്കിലുമൊക്കെ ആവാനോ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ കിട്ടുന്നതിനെയൊക്കെ നമ്മള് വെളിയില് കച്ചവടമാക്കി മാറ്റും. അതിനാണ് യോഗശാസ്ത്രത്തിൽ സിദ്ധി എന്ന് പറയുന്നത്. സമാധൗ ഉപസർഗ വ്യുത്ഥാനേ സിദ്ധയാ എന്നാണ്. ഇയാൾക്ക് ഉള്ളിൽ പോകുമ്പോ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയ ഒരു സുഖത്തിനെ എന്തിനെങ്കിലുമൊക്കെ വെളിയില് ഇയാള് എക്സ്പ്ലോയിറ്റേഷൻ ആണത്. അതിനെ പുറമേക്ക് ഇയാൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ എന്താവും? നേരെ ഉള്ളിൽ അടങ്ങില്ല. അതിന് കാരണം എന്താ? ഇച്ഛയാണ്. ഇച്ഛ, ഭയം,
ക്രോധം. വിഗതേച്ഛാഭയക്രോധ യസ് സദാ. ഇത് ഇച്ഛയും ഭയവും ക്രോധവും ഒന്നും തടസ്സപ്പെടാതെ ശ്രദ്ധ തന്റെ തന്നെ ഉറവിടത്തിലാവുമ്പോ അവൻ മുക്തനാണെന്നാണ്. വെച്ചാൽ മുക്തി നേടിയെടുക്കേണ്ടതല്ല, മുക്തി ഇപ്പൊ തന്നെ ഉണ്ട്, നമ്മളുടെ സ്വരൂപമാണ്, സിദ്ധമാണ്. നമ്മളൊക്കെ മുക്തന്മാരാണ്. നമ്മൾ ആരും ബന്ധത്തിലുള്ളവരേ അല്ല, ഒരു ബന്ധവും ഇല്ല, ബന്ധം വരാൻ സാധ്യമല്ല. നിങ്ങളൊക്കെ മുക്തരാണ്, നിങ്ങളൊക്കെ പൂർണ്ണരാണ്. പക്ഷെ നമ്മൾ നോക്കണ വിധം ശരിയില്ലാത്തത് കൊണ്ട്, ശരീരത്തിൽ നിന്ന് ഇങ്ങടൊക്കെ നോക്കണത് കൊണ്ട് നമ്മളുടെ പൂർണ്ണത മനസ്സിലാവണില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. കഴിഞ്ഞ അധ്യായം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. സർവ കർമ്മങ്ങളുടെയും യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും അധ്യാത്മസാധനയുടെയും ഒക്കെ അനുഭവത്തിനെ കൊടുക്കണവനും അനുഭവിക്കണവനും സർവലോകമഹേശ്വരം സകല പ്രപഞ്ചത്തിനും ഈശ്വരനായിട്ടുള്ളവനും മാം എന്നെ എന്നുവെച്ചാൽ ഭഗവാനെ സുഹൃതം. സുഹൃത്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരെന്നൊരർത്ഥം. ജീവിതത്തിൽ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടെന്നൊരർത്ഥം. വേറെ ഒന്ന് ഹൃത്തില് ഇരിക്കുന്നവൻ എന്നർത്ഥം. തന്നിൽ തന്നെ ഇരിക്കുന്നവൻ, തന്റെ ഹൃദയത്തിൽ. എപ്പോഴും കൂട്ടുകാർ ഹൃദയത്തിൽ ഇരിക്കുന്നവരാണല്ലോ. സുഹൃതം സർവഭൂതാനം എന്നുവെച്ചാൽ നമ്മളുടെ തെരയുന്ന വസ്തു, നമ്മൾ അന്വേഷിക്കുന്ന ആ പൂർണ്ണത, ഈശ്വരൻ, മഹേശ്വരൻ, ആ വാസുദേവൻ, ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് സർവസാക്ഷിയായിട്ട്, സാക്ഷി ചേത കേവലോ നിർഗുണശ്ച, ചേതയിതാവായിട്ട് നമ്മളുടെ ഉള്ളിലും നമ്മളിൽ ഉണ്ട്, കൂടെ ഉണ്ട് എന്ന് അറിയണതുണ്ടല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു രീതിയിൽ നമ്മളെ കാണാൻ തുടങ്ങും. നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ ഭാവങ്ങളും ഒക്കെ തന്നെ നമുക്കപ്പോ ഇപ്പോ കാണുന്ന രീതിയിലല്ല കാണുക. ഇതൊക്കെ എപ്പോഴാണോ ഭഗവാന്റെ അടുത്താണോ വരണത് എന്ന് മനസ്സിലാവണത്, നമ്മളുടെ മനസ്സെന്ന് പറയണത് മനസ്സല്ലാതായിട്ട് മാറും. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ അല്ലാതായിട്ട് മാറും. ശരീരം എന്ന് പറയുന്നത് ശരീരം അല്ലാതായിട്ട് മാറും. അപ്പോഴാണ് ഇതൊക്കെ അമ്പലമായിട്ട് മാറി എന്നൊക്കെ പറയണത്. തമിഴില് തിരുമൂലർ ഒരു പാട്ട് പാടി, ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളർപ്പിറാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐന്തുകാലാം അണിവിളക്കേ. ഈ ശ്രീകോവിലായിട്ട് തീർന്നു ഹൃദയം, ശരീരം തന്നെ കോവിലായിട്ട് തീർന്നു. കോവിലല്ല, ശരീരം തന്നെ ദിവ്യമായിട്ട് തീരും, മനസ്സ് ദിവ്യമായിട്ട് തീരും, ഇന്ദ്രിയങ്ങൾ ദിവ്യമായിട്ട്, വ്യവഹാരമൊക്കെ ദിവ്യമായിട്ട് തീരും. പക്ഷേ ഉറവിടത്തിനെ അറിയണം. ഉറവിടം ഭഗവാനാണെന്നറിയാം. ജ്ഞാത്വാ മാം എന്നുള്ളതാണ് ലാസ്റ്റ് വാക്ക്. എന്നിട്ട് വേണം ധ്യാനയോഗത്തിലേക്ക് കിടക്കാൻ. അറിഞ്ഞിട്ട്. എന്തിനെ അറിഞ്ഞിട്ട്? ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞിട്ട്. യഹ് പൃഥിവ്യാം തിഷ്ഠൻ യം പൃഥിവീന വേദ യസ്യ പൃഥിവീ ശരീരം യഹ് പൃഥിവീം അന്തരോ യമയതി ഏഷത്തെ ആത്മാ അന്തര്യാമി അമൃതഃ. വേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുപോവാണ്. ആര് ഭൂമിയിലിരിക്കുന്നു, ആര് സർവഭൂതങ്ങളിലും ഇരിക്കുന്നു, ആരെ ആരും അറിയണില്ലയോ. യസ് സർവേഷു ഭൂതേഷു തിഷ്ഠൻ യസ് സർവേഭ്യോ ഭൂതേഭ്യോ അന്തരഃ യം സർവാണി ഭൂതാനി ന വിദുഃ യസ്യ സർവാണി ഭൂതാനി ശരീരം. അങ്ങനെ ഉള്ളില് നമുക്ക് സ്വരൂപമായിട്ട് ഭഗവാൻ സിദ്ധനായിട്ടിരിക്കണമെന്ന് അറിയുമ്പോ വെറുതെ ബുദ്ധി കൊണ്ടുള്ള അറിവല്ല, ഈ പറഞ്ഞ പോലെ സുഷുപ്തി അവസ്ഥയെ വെച്ചുകൊണ്ട് വിചാരം ചെയ്യാം. ഈ സ്വാപപ്രബോധ സന്ധിസ്ഥാനത്തിനെ കാണുമ്പോൾ നമ്മൾ പതുക്കെ ഒരു സുഖം വരും, ഒരു ആനന്ദം വരും, നമ്മളുടെ ഉള്ളിൽ ഒരു റിലീസ് വരും. അന്തര്യാമിയായ ഭഗവാനെ അറിഞ്ഞാൽ ശാന്തി മൃച്ഛതി. ഭഗവാൻ പറഞ്ഞു ശാന്തി എന്നുള്ള വാക്ക് മറ്റൊരു സ്ഥലത്ത് പറയണം. 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. നമ്മുടെ ജീവിതത്തില് പല വിഷമങ്ങളും വരുമ്പോ, കഷ്ടങ്ങളും ഒക്കെ വരുമ്പോ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ഭഗവാൻ ഇട്ട് വട്ടം കറക്കണത് എന്ന് ചോദിക്കും.
ശരിയാണ്. വട്ടം കറക്കണത് ഭഗവാൻ തന്നെയാണ്. ഭ്രാമയൻ സർവഭൂതാനി. ലോകം കാണുമ്പോ ശരിക്ക് കണ്ടവൻ ഒരിക്കലും പാർഷ്യലായിട്ട് മനസ്സിലാക്കിയാൽ, ഒരു പകുതിയായിട്ട് മനസ്സിലാക്കിയാൽ, ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഭഗവാൻ നമ്മളെ കാത്തോളും, എനിക്ക് സൂക്കേടൊന്നും വരില്ല, എനിക്ക് സുഖമായിട്ടിരിക്കാന്ന് ആർക്കും പറയാൻ പറ്റില്ല. പരമഭക്തന്മാർക്കും വിഷമങ്ങൾ വരുന്നുണ്ട്, നല്ല ആളുകൾക്കും വിഷമങ്ങൾ വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ഒക്കെ ഭഗവാനെ അവതരിച്ച് വിഷമിച്ച് കാണിച്ചിട്ടാ പോയിരിക്കണത് അല്ലെ? രാമായണത്തിലൊക്കെ ഭഗവാനെ അവതരിച്ച് വിഷമിച്ച് കാണിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോ പൂച്ച പാല് കുടിക്കണ പോലെ നമ്മളെ ആരും കാണില്ല എന്ന് കണ്ണടച്ച് പാല് കുടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. പിന്നെന്താ? ജ്ഞാത്വാമാം. ഭഗവാൻ പറയണത് ഈ ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞാൽ അവസാന വാക്ക് എന്താന്ന് വെച്ചാൽ കഷ്ടം വരണമല്ലോ എന്നൊരാള് ഭഗവാന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഭഗവാൻ പറയുന്നത്, ആരാ കഷ്ടപ്പെടുന്നത്? ഞാൻ കഷ്ടപ്പെടുന്നു. ഈ ഞാൻ ആരാ? അന്വേഷിച്ച് നോക്കുമ്പോ ഈ ഞാനിനെ അവിടെ കാണാനില്ല. കഷ്ടപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ്. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം. ഈ ഞാനാര് എന്ന് അന്വേഷിക്കുമ്പോ അതിന് ഉത്തരം ഞാൻ ഇന്നവനാണെന്നുള്ളതല്ല, ഞാനില്ല, ഉള്ളത് ഭഗവാനാണെന്നുള്ളതാണ്. എപ്പോ വിഷമം വരുമ്പോ, എപ്പോ ദുഃഖം വരുമ്പോ ഈ ദുഃഖം അനുഭവിക്കണത് ആരാണ് എന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ അനുഭവിക്കണ ഒരാളവിടെ ഇല്ല. ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആത്മവിചാരം എന്ന് പറയുന്നത് ചിന്തയല്ല, ഫിലോസഫിയല്ല. ചിന്തിച്ചാൽ മനസ്സിലാവില്ല. വളരെയധികം വിഷമം വരണു. വിഷമം വരുമ്പോ പതുക്കെ ശ്രദ്ധിക്കുക, ആരാ വിഷമിക്കണത്? ഞാൻ വിഷമിക്കുന്നു. ഈ ഞാൻ ആരാ? ഈ ഞാൻ എന്താ? അല്ല, എനിക്ക് വിഷമണ്ടേ, ഇതൊന്നും ചോദിക്കാൻ വയ്യ എന്നൊക്കെ പറയൂ ഉള്ളില്. ഈ ഞാൻ എന്താണ്? ഈ വിഷമിക്കണ ഞാൻ എന്താണ്? ഈ ഞാൻ ആരാണ്? ഈ ദുഃഖം പതുക്കെ ശ്രദ്ധിച്ചാ കാണാം, ഇത് വെറും ഒരു ഭ്രമമായൊരു തോന്നലാണ്. അനുഭവിക്കുക എന്ന് പറയുന്ന ഈ വിഷമത്തിനെ അനുഭവിക്കുന്നതും ആ സർവഭൂത മഹേശ്വരൻ തന്നെയാണ്. ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ചക്രം ചുറ്റിക്കണു എന്നാണ്. ചക്രത്തിന് എങ്ങനെ പുറത്തു പോകും? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. സർവഭാവത്തോടുകൂടെ അവന്റെ അടുത്ത് പോയി അടങ്ങുമെന്നാണ്. അടങ്ങിക്കഴിഞ്ഞാലോ, അടങ്ങിക്കഴിയുമ്പോ കാണാം നമ്മളുടെ വിഷമങ്ങളൊക്കെ ഭഗവാൻ ഏറ്റു എന്ന് നമുക്ക് തോന്നും. ഏറ്റു എന്ന് വെച്ചാൽ ഭഗവാനാണ് ഏൽക്കണതേ, ഞാനാണ് അനുഭവിക്കണതെന്ന് വിചാരിക്കുമ്പോഴാണ് വിഷമം. ഓരോ ക്ഷണം പ്രതിബോധവിദിതം. ഈ അധ്യാത്മം എന്ന് പറയുന്നത് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമല്ല. മൊമെന്റ് ബൈ മൊമെന്റ് അറിയലാണ് അധ്യാത്മം എന്ന് പറയുന്നത്. പ്രതിബോധവിദിതം. ഇപ്പൊ അറിയണം, അടുത്ത ക്ഷണത്തിൽ അറിയണം, അടുത്ത ക്ഷണത്തിൽ. ശരണാഗതി എന്ന് പറഞ്ഞാൽ ഞാൻ ശരണാഗതി ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും വിഷമം വരില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. ശരണാഗതി ക്ഷണം ക്ഷണം ശരണാഗതിയാണ്. വിഷമം ഒരു അയ്യങ്കാർ ഒരു ആള് എന്റെ അടുത്ത് പറഞ്ഞു, വിഷമം വല്ലാത്ത വിഷമം, ഭഗവാന് ശരണാഗതി ചെയ്യലല്ലേ നിങ്ങളുടെ ധർമ്മം, ശരണാഗതി ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും പോണില്ല എന്നാണ് അവര് പറഞ്ഞ. ശരണാഗതി എന്ന് വെച്ചാൽ ഈ അംഗത്തില് ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ശരണാഗതി ആയി എന്നാണ്. അതൊന്നും ഉള്ളിലറിയില്ലല്ലോ, വെറുതെ ചിഹ്നം ഇട്ടാലായോ? ശരണാഗതി വിഷമം പോണില്ല എന്ന് പറയുന്ന ആളാരാ? അപ്പൊ അതേ ചോദ്യമുള്ളൂ. ആരാ ഈ വിഷമം പോണില്ല എന്ന് പറയണത്? ഞാൻ എന്താ? ആരാ ഈ വിഷമം പോണില്ല എന്ന് പറയണേ? ഞാൻ തന്നെ. എന്തായി ഞാൻ? ശ്രദ്ധിക്കൂ, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്. ശരിക്കും ഏറ്റവും വലിയ ശാരീരികമായ വേദനയുള്ളപ്പോ പോലും ധൈര്യമുണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ, ഈ വേദനിക്കുന്നത് ആർക്കാണ്, വിഷമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ വേദന ഇറ്റ് വിൽ ബി ഡൈല്യൂട്ടഡ്. എന്നുവെച്ചാൽ വേദന മാറുമെന്നല്ല, വേദനയുടെ സ്വഭാവം മാറും, വിഷമത്തിന്റെ സ്വഭാവം മാറും, ദുഃഖത്തിന്റെ സ്വഭാവം മാറും. അപ്പൊ ഭോക്താവ് ഞാനല്ല, അവനാണെന്ന് മനസ്സിലാവും. ഭോക്താരം യജ്ഞതപസാം. ജീവിതം യജ്ഞമായിട്ട് തീരും. വിഷമം വരുമ്പോ ഉപനിഷത്ത് പറയണത് വലിയ തപസ്സാണ് ജ്ഞാനിക്ക് എന്നാണ്. എന്താന്ന് വെച്ചാൽ വിഷമിക്കണത് ഞാനല്ല, അവനാണ്. എന്നിലിരുന്നു കൊണ്ട് നാരായണനാണ് വിഷമം. അതാണ് അനുപദം. ഇത് പഴകണമെന്നാണ്. ഊണ് കഴിക്കുമ്പോ എന്തിനാ ഈ പരിശേചനം ഒക്കെ ചെയ്യണത് എന്ന് വെച്ചാൽ ഞാനല്ല ഊണ് കഴിക്കണത്,
ഉള്ളിലിരുന്ന് വൈശ്വാനരനായ ഭഗവാനാണ് ഊണ് കഴിക്കണത്. ഓർമ്മിച്ചോണം. എന്ത് വിഷയഭോഗം ചെയ്യുമ്പോഴും എന്തൊക്കെ പ്രാരബ്ധപ്പടി എന്തൊക്കെ തലയിലെഴുത്ത് വന്ന് വീണിട്ടുണ്ടോ, സുഖം, ദുഃഖം, വേദന, ആദി വ്യാധി ഒക്കെ വരുമ്പോഴും ഓർമ്മിച്ചോള, ഭഗവാൻ ഉള്ളിലിരുന്ന് ഇതൊക്കെ അനുഭവിക്കണം, ഞാനല്ല. ഇത് നല്ല സുഖം വരുമ്പോ മാത്രം പറയാനല്ല, അത്യധികം വേദന വരുമ്പോ പറയണം, ഭഗവാനെ ഞാനല്ല, അങ്ങാണ്, 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 ഞാനില്ല, ഞാനില്ല. അല്ലാതെ വിഷമം വരണു, എനിക്കറിയില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പുറത്തു വരാൻ പരിഹാരമില്ല, ഈ ശരീരം അങ്ങയുടെയാണ്, ഈ മനസ്സ് അങ്ങയുടെയാണ്, ഇന്ദ്രിയങ്ങൾ അങ്ങയുടെയാണ്, ഞാൻ അങ്ങയുടെയാണ്. അവിടുന്നാണ് അനുഭവിക്കണത്. അവിടുന്ന് വെച്ചാൽ പുറത്ത്, അവിടുന്ന് എല്ലാം അവിടുന്നാണ്. ഞാനില്ല, ഞാനില്ലാതായാൽ അവിടുന്നായി. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം. എപ്പോ ഈ അഹന്ത അടങ്ങണമോ അപ്പൊ ആ മഹേശ്വരനെ കാണും, ആ സോഴ്സിനെ നമ്മൾ കാണും. അടങ്ങിയാലേ അറിയുള്ളൂ. അറിഞ്ഞു കഴിഞ്ഞാൽ അടങ്ങണം, അടങ്ങിക്കഴിഞ്ഞാൽ അറിയും, അറിഞ്ഞാവണം. ആ അടക്കം, ശരണാഗതി. അരുണാചലത്തില് കാർത്തിക ദീപം പോകുമ്പോ രമണാശ്രമത്തിന് മുമ്പിൽ വെച്ച് അരുണാചലേശ്വരന് ദീപാരാധന കാണിച്ച് ആ കർപ്പൂര തട്ട് ഉള്ളിൽ കൊണ്ടുപോയി മഹർഷിക്ക് കൊണ്ടുപോയി കാണിക്കും. അപ്പോ ഒരു ദിവസം മഹർഷി അടുത്ത് നിന്ന് അത് ഒഴിയുമ്പോ അടുത്തൊരമ്മ, സൂര്യനാഗമ്മ എന്ന് പേര്, ആ അമ്മ കേട്ടത്, ആ അമ്മ എഴുതി വെച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് അരുണാശ്രമത്തില്. ഇങ്ങനെ ഒഴിയുമ്പോ ഭഗവാൻ പറഞ്ഞത് അപ്പാവുക്ക് പിള്ളൈ അടക്കം എന്നാണ്. ഭഗവാൻ അടക്കം എന്നാണ്. ആ അടക്കമാണ് ജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്ന് വായുകൊണ്ട് പറയാനുള്ളതല്ല. ഞാൻ എന്നുള്ള അഹന്ത അടങ്ങിക്കഴിയുമ്പോ ഏതൊന്നുണ്ടോ അതാണ് ബ്രഹ്മം, അതാണ് ഞാൻ, അതാണ് ഉണ്മയായ സ്വരൂപം. അതിൽ വേദനയില്ല, ദുഃഖമില്ല, കോൺഫ്ലിക്ട്സ് ഇല്ല, അതിൽ ശരീരമില്ല. ശരീരമില്ല എന്നുള്ള ദൃഷ്ടാന്തം സുഷുപ്തി തന്നെയാണ്. അതിൽ ശരീരമില്ല, ബുദ്ധിയില്ല, മനസ്സില്ല, പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല. അത് സ്വയം എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന ഒരു സ്ഥാനമാണ്. അത് നമ്മളിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കാനാണ് സുഷുപ്തി അവസ്ഥയെ കാണിച്ചത്. അത് ജാഗ്രത അവസ്ഥയിൽ സാധന, ധ്യാനം, ആത്മവിചാരം ഒക്കെ കൊണ്ട് അതിലേക്ക് പോയി അടങ്ങണമെങ്കിൽ ഈ അഹന്ത അതിന്റെ പിറപ്പിടത്തിൽ അടങ്ങണം. അടങ്ങിക്കഴിയുമ്പോ ധ്യാനം കൊണ്ട് സാധിക്കേണ്ടത് അതാണ്. അങ്ങനെ അടങ്ങിയാൽ ഒരു ഫൗണ്ടൻ തുറന്ന പോലെ, വെള്ളം പുറത്തേക്ക് വരണ പോലെ ശരണാഗതി ചെയ്താൽ അടുത്ത ക്ഷണം ആത്മജ്ഞാനം ഉണ്ടാവണം. ആത്മജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾ ശരണാഗതി ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ശരണാഗതി ചെയ്താണല്ലോ എന്നിട്ടും അവർക്ക് എങ്ങനെ വരണമല്ലോ ചോദിക്കാനേ പാടില്ല. ലൈറ്റ് ഇട്ടാൽ അത് കണക്ഷൻ ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് വന്നേ ആവൂ. അതേപോലെ സ്വിച്ച് ഇട്ടാൽ വരണം. അതുപോലെ ശരണാഗതി ചെയ്താൽ, ആത്മനിവേദനം ചെയ്താൽ ആത്മജ്ഞാനം ഉണ്ടാവണം. ആത്മജ്ഞാനം ഉണ്ടായാൽ വിഘാതം, ദുഃഖത്തിന് അറുതി ഉണ്ടാവണം, വിശ്രാന്തി ഉണ്ടാവണം. അതാണ് ഭഗവാൻ ഈ 5-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തീർത്തു. ഇതിനിടയിൽ കർമ്മത്തിനെയും ഭക്തിയെയും ഒക്കെ സൂചിപ്പിച്ചു വന്നു. ഈ 6-ാം അധ്യായത്തിൽ കർമ്മയോഗത്തിന് ഉപോത്ബലമായിട്ടുള്ള ധ്യാനയോഗത്തിനെയാണ് ഭഗവാൻ പറയണത്. അത് നമ്മള് നാളെ കാണും. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.